കഠിനാധ്വാനിയാണെങ്കിലും ഓഫീസിലെ പല സുപ്രധാന മീറ്റിംഗ്സിൽ നിന്നും മഞ്ജു തഴയപ്പെടുന്നു. ഒറ്റ വർഷം കൊണ്ട് മഞ്ജുവിന്റെ ജീവിതം തന്നെ മാറ്റിത്തരട്ടെ. അങ്ങനെയല്ല, ഒറ്റ ഡിസിഷൻ കൊണ്ട് ജീവിതം തന്നെ മാറ്റിത്തരട്ടെ. ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ യു ക്യാൻ ജോയിൻ CMA USA ഓൺലൈൻ കോഴ്സ് അറ്റ് ലക്ഷ്യ. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലെ ജപ്പാനിൽ ഒരു 7 വയസ്സുകാരൻ പയ്യൻ തന്റെ വീടിന് മുന്നിലെ നിരത്തിനോട് ചേർന്നുള്ള പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നത് ആ നിരത്തിലൂടെ പുകയും പൊടിയും പാറിച്ചുകൊണ്ട് ഒരു മോട്ടോർ കാർ ചീറിപ്പാഞ്ഞു വരുന്നു. അതൊരു ഫോർഡ് മോഡൽ ടി കാറായിരുന്നു. അന്നുവരെ ആ ഗ്രാമത്തിലെ സാധാരണക്കാർ ചവിട്ടിക്കൊണ്ടു പോയിരുന്ന സൈക്കിളുകളും പ്രദേശത്തെ സമ്പന്നരുടെ കുതിരവണ്ടികളും മാത്രം കണ്ടുശീലിച്ചിരുന്ന ആ പയ്യനെ അമ്പരപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു അത്. ആ കാറിങ്ങനെ നിരത്തിലൂടെ ഉരുണ്ടുരുണ്ട് പോകുന്നത് കണ്ടപ്പോൾ മറ്റെല്ലാം മറന്ന് കൂവി വിളിച്ചുകൊണ്ട് അവൻ അതിന് പിന്നാലെ പാഞ്ഞു. അങ്ങനെ പിന്നാലെ ഓടിച്ചെല്ലുന്ന നേരത്തെല്ലാം ഇതെങ്ങനെയാണ് ഈ വണ്ടി തന്നെത്താൻ, അതായത് കുതിരയുടെ ഒന്നും സഹായമില്ലാതെ ഈ ഓടുന്നത് എന്ന അതിശയമായിരുന്നു ആ കുഞ്ഞിന്. ഓടിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് ആ കാർ എത്തിയെന്ന് കണ്ടപ്പോൾ ആ പയ്യൻ ഓട്ടം നിർത്തുന്നു. അവൻ്റെ മുന്നിൽ അപ്പോൾ കാറിൽ നിന്ന് നിലത്തു വീണ ഇത്തിരി എണ്ണ റോഡരികിലെ പൊടിയിൽ തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. അതിൽ സ്വന്തം കൈ പതിപ്പിച്ച ശേഷം അവനത് മൂക്കത്ത് വെച്ച് മണപ്പിച്ചു. ആ ഗന്ധം അവനെ വല്ലാതെ ഭ്രമിപ്പിച്ചു. അന്നവൻ വല്ലാത്തൊരു ആവേശത്തോടുകൂടി ഇങ്ങനെ ആത്മഗതം ചെയ്തു. എന്നെങ്കിലും ഒരു നാൾ ഞാനും കാർ എങ്ങനെ ഓടുന്നു എന്ന് മനസ്സിലാക്കും, എന്നിട്ട് ഇതുപോലൊരെണ്ണം ഞാനും ഉണ്ടാക്കും. അന്നേക്ക് 5 പതിറ്റാണ്ടിനപ്പുറം ഇതേ പയ്യൻ ആ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുന്നു. അവൻ സ്ഥാപിച്ച കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാവും പ്രമുഖ കാർ നിർമ്മാണ കമ്പനികളിലൊന്നും ആകുന്നു. അവൻ്റെ പേരിലെ 5 അക്ഷരം പിന്നീട് ഇങ്ങോട്ട് മനുഷ്യരാശിയുടെ വാഹന നിർമ്മാണ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടുന്നു. കമ്പനിയുടെ പേര് ഹോണ്ട. ബാല്യകൗമാരങ്ങളിൽ എഞ്ചിനുകളോടുള്ള ഭ്രമം ഉള്ളിൽ കൊണ്ടു നടന്ന് ഒരായുഷ്കാലം മുഴുവൻ അതിനായി ഉഴിഞ്ഞിട്ട ആ അസാമാന്യ പ്രതിഭയുടെ പേര് സോഷിറോ ഹോണ്ട. കുഞ്ഞുനാളിൽ എഞ്ചിനുകളോട് പതിവിൽ കവിഞ്ഞ അഭിനിവേശം ഉള്ളിൽ കാത്തുസൂക്ഷിച്ചിരുന്ന സോഷിറോ എന്ന ജാപ്പനീസ് ബാലൻ വളർന്നു വന്നപ്പോൾ ഹോണ്ട എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനികളിലൊന്ന് കെട്ടിപ്പടുത്തതിൻ്റെ കഥ. അത്യസാധാരണമായ ജൈത്രയാത്രയിൽ ഉടനീളം നേരിടേണ്ടി വന്ന ദുരന്തങ്ങളെയും വെല്ലുവിളികളെയും ആ മനുഷ്യൻ തൻ്റെ അസാമാന്യ പ്രതിഭയുടെ മാറ്റുരയ്ക്കാൻ പോകുന്ന അവസരങ്ങളാക്കി മാറ്റിയതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ജപ്പാന്റെ മധ്യഭാഗത്ത് മഞ്ഞുമൂടി കിടക്കുന്ന ഫ്യൂജി പർവ്വതത്തിന്റെ താഴ്വാരത്ത് കിടക്കുന്ന ഇന്നത്തെ ഷിസുവോക്ക പെർഫെക്ചറിലുള്ള ഹമാമാത്സുവിലെ ടെൻറ്യൂവിൽ 1906 നവംബർ 17-ാം തീയതിയാണ് സോഷിറോ ഹോണ്ട ജനിക്കുന്നത്. ആ കടലോര ഗ്രാമത്തിലെ മുക്കുവർക്ക് വേണ്ട ചൂണ്ടക്കൊളുത്തുകളും കർഷകർക്ക് വേണ്ട പണിയായുധങ്ങളും മറ്റും പണിഞ്ഞിരുന്ന ഒരു കൊല്ലനായിരുന്നു അവൻ്റെ അച്ഛൻ ഗിഹൈ ഹോണ്ട. അവൻ്റെ അമ്മ മിക്ക ഹോണ്ട ആവട്ടെ നല്ലൊരു നെയ്ത്തുകാരിയായിരുന്നു. വീട്ടിലെ 9 മക്കളിൽ ഏറ്റവും മൂത്തവനായിരുന്നു സോഷിറോ. അച്ഛൻ ഇരുമ്പ് വഴിപ്പിച്ച് ചുറ്റിയേക്ക് അടിച്ചു പരത്തി ഓരോന്നുണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കലായിരുന്നു മുട്ടിലിഴഞ്ഞു തുടങ്ങിയ പ്രായം തൊട്ട് തന്നെ അവൻ്റെ പ്രധാന ഹോബി. ആലയിലെ ഉലയിൽ തീ കൂട്ടുവാനുള്ള കൽക്കരി ചുമന്നു കൊണ്ടുകൊടുത്ത് അവൻ കുഞ്ഞുനാൾ തൊട്ടേ അച്ഛനെ സഹായിക്കുമായിരുന്നു. അച്ഛൻ്റെ ഉലയിൽ നിന്ന് കിട്ടിയിരുന്ന ചുട്ടുപഴുത്ത ലോഹ കഷ്ണങ്ങളെ അടിച്ചു പരത്തി പല ആകൃതികളിലേക്ക് മാറ്റുന്നതായിരുന്നു സോഷിറോയുടെ ബാല്യകാല വിനോദങ്ങളിലൊന്ന്. അങ്ങനെ ഓരോന്ന് ചെയ്ത് മുഖത്തും ഉടുപ്പിലുമെല്ലാം കരിയും പറ്റിച്ച് മകൻ വരുമ്പോൾ അമ്മ അവനെ സ്നേഹപൂർവ്വം ശാസിക്കുമായിരുന്നു. സാനിറ്റേഷൻ സംവിധാനങ്ങളോ മോഡേൺ മെഡിസിനോ ഒന്നും പ്രചാരത്തിൽ വന്നു തുടങ്ങിയിട്ടില്ലാത്ത അക്കാലത്തെ ജപ്പാനിലെ ജീവിതം വലിയ പെടാപ്പാട് തന്നെയായിരുന്നു. ബാലാരിഷ്ടതകൾ താണ്ടി കൗമാരത്തിലേക്ക് എത്തിയത് ഹോണ്ട കുടുംബത്തിലെ 9-ൽ 4 മക്കൾ മാത്രം. കൂർമ്മബുദ്ധിയായ ഒരു കഠിനാധ്വാനിയായിരുന്നു സോഷിറോയുടെ അച്ഛൻ. പ്രതിസന്ധികളെ തികഞ്ഞ ലോജിക്കോടെ സമീപിക്കാനും പ്രശ്നത്തിൻ്റെ അടിവേര് മാന്തി അത് ഏറ്റവും സമർത്ഥമായി പരിഹരിക്കാനുമൊക്കെയുള്ള സിദ്ധി അവന് കിട്ടുന്നത് സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെയാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയായി നെല്ല് കുത്തുന്ന ഒരു മില്ലുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു അപൂർവ കാഴ്ചയായിരുന്നു. ആ മില്ലിൽ നെല്ല് കുത്തിക്കാൻ പോകുമ്പോഴൊക്കെ സോഷിറോയെ അവൻ്റെ അപ്പൂപ്പൻ തോളിലെടുത്ത് പലപ്പോഴും കൂടെ കൂട്ടിയിരുന്നു. അന്നത്തെ ജപ്പാനിലെ റൈസ് മില്ലുകളിൽ പലതും നീരാവിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഈ മില്ല് ഓടിയിരുന്നത് പെട്രോൾ എഞ്ചിനിലാണ്. ആ മില്ലിലെ ഉലക്കകളെ പ്രവർത്തിപ്പിച്ചിരുന്ന ഗ്യാസലിൻ മോട്ടോർ എന്ന അത്ഭുത വസ്തുവിനെ അന്ന് ആ കുഞ്ഞ് അത്ഭുതം തുളുമ്പുന്ന കണ്ണുകളോടെ ഉറ്റുനോക്കി നിന്നു. ആ യന്ത്രത്തിൽ നിന്ന് വന്നിരുന്ന നീല പുകയും അതിൽ നിന്ന് പുറപ്പെട്ടിരുന്ന പെട്രോളിൻ്റെ മണവും അവനെ ഒരുപോലെ മത്തുപിടിപ്പിച്ചിരുന്നു. ആ മില്ലിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയായി ഒരു തടിമില്ല് കൂടി പ്രവർത്തിച്ചിരുന്നു.
അവിടുത്തെ അറക്ക മെഷീന്റെ പ്രവർത്തനവും ഇതേ കുതൂഹലത്തോടെ തന്നെ അവൻ നോക്കി നിൽക്കുമായിരുന്നു. ചുരുക്കത്തിൽ എഞ്ചിനുകളും മോട്ടോറുകളും കുട്ടിക്കാലം തൊട്ട് തന്നെ സോഷിറോയ്ക്ക് ഹരമായിരുന്നു. സോഷിറോയ്ക്ക് 4-5 വയസ്സാകുമ്പോഴേക്കും തന്നെ അവൻ്റെ അച്ഛൻ ആലയ്ക്ക് പുറമെ ഒരു സൈക്കിൾ റിപ്പയർ ഷോപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനെ സഹായിക്കാൻ സ്വാഭാവികമായിട്ടും അവനും കൂടി. അവിടെ നന്നാക്കാൻ കൊണ്ടുവന്നിരുന്ന സൈക്കിളുകളിൽ പണിഞ്ഞ് അവനൊരു എക്സ്പേർട്ട് സൈക്കിൾ മെക്കാനിക്കായി മാറി. അച്ഛനെ സഹായിക്കാൻ കാണിക്കുന്നതിൻ്റെ 10-1 ഉത്സാഹം സോഷിറോയ്ക്ക് പഠിത്തത്തിൽ ഉണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അവന് ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. പ്രത്യേകിച്ച് എഴുത്ത്. കാലിഗ്രഫി ക്ലാസ്സുകളെ അവൻ വെറുത്തു. അധികം വൈകാതെ ഈ ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സ്കൂളിനോട് ചേർന്നുള്ള മലയുടെ ഒത്ത മുകളിൽ കയറി അവിടെ ഒരു പാറപ്പുറത്ത് മലന്ന് കിടന്ന് ആകാശത്ത് ഒഴുകി നടന്നിരുന്ന മേഘങ്ങളെ നോക്കി അവൻ നേരം കളഞ്ഞു തുടങ്ങി. എങ്ങനെയെങ്കിലും സ്കൂളിലെ സമയം കഴിച്ചു കൂട്ടുക, ശേഷം ഓടിപ്പാഞ്ഞ് അച്ഛൻ്റെ സൈക്കിൾ ഷോപ്പിലെത്തി അവിടുത്തെ പണികളിൽ മുഴുകുക. ഇതായിരുന്നു അവൻ്റെ അന്നത്തെ ഒരു ഡെയിലി റൂട്ടീൻ. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ യാതൊരുവിധ ശ്രദ്ധയും പുലർത്താതിരുന്ന സോഷിറോ സ്വാഭാവികമായും പല പരീക്ഷകളിലും അന്ന് തോറ്റുപോകുന്നു. പ്രോഗ്രസ് കാർഡ് ചുവന്ന അക്കങ്ങൾ കൊണ്ട് നിറയുന്നു. അന്നത്തെ ജപ്പാനിൽ ഓരോ വീടിനും ഒരു ഫാമിലി സീൽ ഉണ്ടായിരുന്നു. കുട്ടികൾ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്ന് വീട്ടിൽ കാണിച്ച് ഈ ഫാമിലി സീൽ അടിച്ചു വേണം തിരികെ കൊണ്ടുചെല്ലാൻ. ഒന്നിലധികം പേപ്പറുകളിൽ പൊട്ടിയിരുന്നതുകൊണ്ട് സോഷിറോയ്ക്ക് തൻ്റെ പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അന്ന് അവൻ ചെയ്തത്, സൈക്കിളിൻ്റെ പെഡൽ കവർ ചെയ്യാൻ വേണ്ടി അച്ഛൻ സൂക്ഷിച്ചിരുന്ന റബ്ബർ ഷീറ്റിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയെടുത്ത് അതുകൊണ്ട് ഒരു ഫാമിലി സീൽ നിർമ്മിച്ച് സ്വന്തമായി അടിച്ച് ക്ലാസ് ടീച്ചർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. സംഗതി എന്തായാലും വർക്കാവുന്നു. അത് അവൻ്റെ കുടുംബക്കാരുടെ സീൽ തന്നെയാണ് എന്ന് ടീച്ചർ ധരിക്കുന്നു. പക്ഷേ ഈ വിവരം അറിഞ്ഞ സോഷിറോയെ പോലെ തന്നെ ഉഴപ്പന്മാരായിരുന്ന മറ്റു ചില കുട്ടികൾ അവർക്കും ഇങ്ങനെ ഫാമിലി സീലുകൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവനെ നിർബന്ധിക്കുന്നു. ഇതിങ്ങനെ തുടർന്നു പോയി ഒടുവിൽ ഒരു ദിവസം ഇവരുടെ കള്ളത്തരം പിടിക്കപ്പെടുന്നു. സ്കൂളിലേക്ക് അച്ഛനെ വിളിപ്പിക്കുന്നു. സ്കൂളിൽ വെച്ച് നേരിടേണ്ടി വന്ന നാണക്കേട് അച്ഛനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത് മറ്റൊന്നാണ്. കള്ളത്തരം ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് വൃത്തിക്കും മെനയ്ക്കും ചെയ്യണം, കക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, നീയൊക്കെ നിൽക്കാനും പഠിക്കണമെന്നായിരുന്നു മകനോടുള്ള അച്ഛൻ്റെ ഉപദേശം. സ്കൂളിലെ ബോറിംഗ് ക്ലാസ്സുകളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയിരുന്ന സോഷിറോ അന്ന് കാണിക്കാത്ത വേലത്തരങ്ങളില്ലായിരുന്നു. സ്കൂളിനോട് ചേർന്ന് കുറേ തണ്ണിമത്തൻ പാടങ്ങൾ ഉണ്ടായിരുന്നു. വിശക്കുമ്പോൾ ഈ പാടങ്ങളുടെ വേലിക്കിടയിലൂടെ നൂണ്ട് കയറുക, തണ്ണിമത്തൻ തുരന്ന് ഉള്ളിലെ മധുരം അകത്താക്കുക, ശേഷം മത്തൻ കമത്തി വെച്ച് യാതൊന്നും അറിയാത്ത പോലെ തിരികെ ക്ലാസ്സിൽ കയറുക. ഇത് അവൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ഒടുവിൽ എപ്പോഴോ ഹെഡ് മാസ്റ്റർ അവനെ കൈയോടെ പിടികൂടി. അടികൊണ്ട് പുറം പൊളിഞ്ഞപ്പോൾ അവനത് നിർത്തുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ ഇതുപോലെ അവന് വീണ്ടും വിശക്കുന്നു. ഉച്ചഭക്ഷണത്തിനാവട്ടെ പിന്നെയും കിടക്കുന്നുണ്ട് 1-2 മണിക്കൂർ. അന്നൊക്കെ ഗ്രാമീണർ സമയം കണക്കാക്കിയിരുന്നത് അമ്പലത്തിലെ വലിയ ഡ്രം മുഴങ്ങുന്ന ഒച്ച കേട്ടുകൊണ്ടാണ്. സ്കൂളിൽ നിന്ന് ഊർന്നിറങ്ങി അമ്പലത്തേക്ക് വലിഞ്ഞു കയറുന്ന സോഷിറോ ആരും അറിയാതെ അകത്തേക്കും കടന്നു കയറി അവിടുത്തെ ഡ്രമ്മിൽ ആഞ്ഞുകൊട്ടി അന്നത്തെ ലഞ്ച് ബ്രേക്ക് നേരത്തെയാക്കി. തൽക്കാലം വിശപ്പടങ്ങിയെങ്കിലും അവൻ ചെയ്ത പ്രവൃത്തി അധികം വൈകാതെ പിടിക്കപ്പെട്ടു. വീണ്ടും അടികൊണ്ട് അവൻ്റെ പുറം പൊളിഞ്ഞു. അതൊന്നും പക്ഷേ അവൻ്റെ കുസൃതിത്തരങ്ങൾക്ക് തടയിടുന്നില്ല. വീണ്ടും അവൻ പല കുറുമ്പുകളും കാട്ടി. സ്കൂൾ കുളത്തിലെ സ്വർണ്ണ മത്സ്യത്തിന് ഗ്രീൻ ഇനാമൽ പെയിന്റ് അടിക്കുക, സ്കൂളിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ബുദ്ധപ്രതിമയായിട്ടുള്ള ജിസോയുടെ മൂക്കിൻ്റെ ആകൃതി ബോധിക്കാതെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഒടുവിൽ ആ മൂക്ക് മൊത്തമായി തന്നെ ചെത്തിക്കളയുക, അങ്ങനെ വിനോദങ്ങൾ പലതുമുണ്ടായി. 1914 ശിശിരകാലം. സോഷിറോ അന്ന് 2ാം ഗ്രേഡിൽ പഠിക്കുകയാണ്. താൻ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് 10-20 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഹമാമാസു പട്ടണത്തിൽ ജാപ്പനീസ് സൈന്യത്തിൻ്റെ ഒരു ഇൻഫൻട്രി റെജിമെൻ്റ് ആസ്ഥാനമുണ്ട്. അവിടെ ഒരു എയ്റോ ഷോ നടക്കാൻ പോകുന്നു എന്ന്, അതായത് പരിചയസമ്പന്നനായ ഒരു പൈലറ്റ് വന്ന് വിമാനത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ പോകുന്നു എന്ന് സോഷിറോയ്ക്ക് വിവരം കിട്ടി. അന്നുവരെ വിമാനങ്ങളുടെ ഫോട്ടോകൾ മാത്രം കണ്ടിട്ടുള്ള അവന് അതുണ്ടാക്കിയ ആവേശം ചില്ലറയല്ലായിരുന്നു. എങ്ങനെയും ഇതൊന്ന് പോയി നേരിട്ട് കണ്ടേ പറ്റൂ എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അച്ഛനോട് ചോദിച്ചാൽ പോകാൻ അനുവാദം കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അച്ഛൻ അറിയാതെ പോവുക തന്നെ. വിമാനം വരാൻ 2 ദിവസം അവശേഷിക്കുമ്പോൾ സോഷിറോ വീട്ടിൽ നിന്ന് 2 സെൻ മോഷ്ടിക്കുന്നു. രൂപയ്ക്ക് പൈസ എന്ന പോലെ യെൻ എന്ന ജാപ്പനീസ് കറൻസിയുടെ സബ് യൂണിറ്റാണ് ഈ സെൻ എന്ന് പറയുന്നത്. 100 സെൻ ആണ് ഒരു യെൻ. അന്ന് 4 യെൻ കൊടുത്താൽ ഒരു അമേരിക്കൻ ഡോളർ കിട്ടുന്ന കാലമാണ്. വിമാനം വരാനിരുന്ന ദിവസം സോഷിറോ അവൻ്റെ അച്ഛൻ്റെ സൈക്കിൾ അധികം അറിയാതെ എടുത്ത് ഹമാമാസു ലക്ഷ്യമിട്ട് ആഞ്ഞു ചവിട്ടി തുടങ്ങി. ഇവൻ്റെ 2 ഇരട്ടി വലുപ്പമുള്ള സൈക്കിളാണ്. നേരെ ഇരുന്നാൽ കാലെത്തുകയില്ല. അതുകൊണ്ട് അവൻ ഇടയിലൂടെ കാലിട്ട് ചവിട്ടി. അങ്ങനെ ചവിട്ടി ഒരുവിധം റെജിമെൻ്റൽ പരേഡ് ഗ്രൗണ്ടിലെത്തി. അവിടെയാണ് വിമാനത്തിൻ്റെ പ്രദർശന പറക്കൽ. പെരുമ്പറയടിക്കുന്ന ഹൃദയത്തോടെ അവൻ കീശയിൽ നിന്ന് ആകെയുള്ള 2 സെന്നും കയ്യിലെടുത്ത് ആ ക്വാർട്ടേഴ്സിൻ്റെ ഗേറ്റിലെത്തി. അപ്പോഴതാ അടുത്ത കുരിശ്. അകത്ത് കയറാനുള്ള ഫീസ് 2 സെന്നല്ല 10 സെന്നാണ്.
അത് കൊടുക്കാതെ അവർ അകത്തേക്ക് കയറ്റി വിടുകയില്ല. ഒരല്പനേരം എതികർത്തവ്യത മൂടനായി അവിടെ നിന്ന ശേഷം അവൻ ഗേറ്റിന് മുന്നിലെ നിരത്തിലൂടെ മുന്നോട്ട് നടന്നു. ഒരല്പദൂരം നടന്നപ്പോൾ അവൻ അവിടെ മതിലിനോട് ചേർന്നൊരു പൈൻ മരം കണ്ടു. അതിൽ വലിഞ്ഞു കയറുന്ന സോഷിറോ കൂട്ടത്തിൽ ഒരു ചില്ല മാത്രം ഒടിച്ചു മാറ്റി അതിന് പിന്നിൽ അവനവനെ ഏറെ വിദഗ്ധമായി ഒളിപ്പിച്ചു. അങ്ങനെ ഒളിഞ്ഞു നിന്നുകൊണ്ട് അന്ന് അവൻ ആ എയർ ഷോയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അന്നൊരു ഹണ്ടിങ് ക്യാപ്പ് ധരിച്ച് പുതുപുത്തൻ ഏവിയേഷൻ ഗോഗിൾസും ധരിച്ചുകൊണ്ട് വിമാനം പറത്തിയ നെയിൽ സ്മിത്ത് എന്ന പൈലറ്റ് അവനെ വല്ലാതെ മോഹിപ്പിച്ചു. ചോദിക്കാതെ സൈക്കിൾ എടുത്തുകൊണ്ടുപോയതിന് അച്ഛൻ വഴക്കു പറയും, അടി കിട്ടും എന്നൊക്കെ ഭയന്നുകൊണ്ടാണ് അന്ന് അവൻ വീട്ടിൽ തിരിച്ചു നിന്ന് കയറുന്നത്. എന്നാൽ ആദ്യം ദേഷ്യത്തോടെ പ്രതികരിച്ചുവെങ്കിലും അച്ഛൻ്റെ അടുത്ത പ്രതികരണം കൗതുകമായിരുന്നു. അയാൾ അവനെ അടുത്തു പിടിച്ചിരുത്തി വിമാനം കണ്ടതിൻ്റെ വിശദമായിട്ടുള്ള വിവരണം അവനിൽ നിന്ന് ചോദിച്ചെടുത്തു. വീട്ടിലെത്തിയപാടെ അച്ഛൻ്റെ ഹണ്ടിങ് ക്യാപ്പ് അവൻ സ്വന്തമാക്കി. വീട്ടിൽ കടന്ന ഒരു കാർഡ്ബോർഡ് വെട്ടി ഒരു ഏവിയേഷൻ ഗോഗിൾസ് കൂടി ഉണ്ടാക്കുന്ന അവൻ തൻ്റെ സൈക്കിളിൻ്റെ മുന്നിൽ മുള കൊണ്ടൊരു പ്രൊപ്പല്ലർ കൂടി ഉണ്ടാക്കി പിടിപ്പിച്ച് ആ ഗ്രാമത്തിൻ്റെ നിരത്തിലേക്ക് ഇറങ്ങി. അടുത്ത ഏതാണ്ട് ഒരു മാസത്തോളം ആ നാട്ടിലെ ജനങ്ങളെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് സോഷിറോയുടെ നൈൽ സ്മിത്ത് അനുകരണങ്ങൾ ആ നിരത്തിൽ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ പഠിപ്പും വികൃതിയുമൊക്കെയായി നടന്ന സോഷിറോ ഒടുവിൽ ഫുട്ടാമാട്ട സീനിയർ എലിമെന്ററി സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നു. അച്ഛൻ്റെ സൈക്കിൾ റിപ്പയർ ഷോപ്പിൽ പണിക്ക് പോയിരുന്ന കാലം. അന്നവിടെ ദ വേൾഡ് ഓഫ് വീൽസ് എന്ന പേരിൽ ഒരു ഓട്ടോമൊബൈൽ മാസികയും വന്നിരുന്നു. പണിക്കിടയിലെ ഇടവേളയിൽ ഈ മാസിക മറിച്ചു നോക്കിയ അവൻ്റെ കണ്ണിൽ ഒരു പരസ്യം മുടക്കുന്നു. ഹെൽപ്പ് വാണ്ടഡ്. ആർട്ടോ ഷോക്കായി എന്ന ടോക്കിയോ ബേസ്ഡ് ഓട്ടോമൊബൈൽ റിപ്പയർ ഷോപ്പിലേക്ക് സഹായികളെ ആവശ്യമുണ്ട് എന്നായിരുന്നു പരസ്യം. ഇങ്ങനെ കാശൊക്കെ ചെലവിട്ട് മാസികയിൽ പരസ്യമൊക്കെ ചെയ്യാനുള്ള പാങ്ങുള്ള കമ്പനിക്ക് വേണമെങ്കിൽ തന്നെ ഒരു അപ്രന്റീസായി എടുക്കാനുമാകുമെന്ന് അവൻ കരുതുന്നു. അങ്ങനെ 15ാമത്തെ വയസ്സിൽ സോഷിറോ ഹോണ്ട എന്ന ഉത്സാഹിയായ പയ്യൻ ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക് ആവുക എന്ന സ്വപ്നവും നെഞ്ചിലേറ്റി ജപ്പാനിലെ തൻ്റെ കടലോര ഗ്രാമത്തിൽ നിന്ന് ടോക്കിയോ എന്ന മഹാനഗരത്തിലേക്ക് ഒരു ഭാഗ്യാന്വേഷിയായിട്ട് വെച്ചുപിടിക്കുന്നു. അല്ലെങ്കിലേ ഗ്രാമത്തിലെ ഏറ്റവും വികൃതി എന്ന കുപ്രസിദ്ധി ആർജിച്ച മകനെ അത്ര ദൂരത്തേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ അച്ഛൻ ഹോണ്ടയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ സോഷിറോ അച്ഛനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്നു. തൻ്റെ ഗ്രാമത്തിലെ നിശബ്ദതയിൽ നിന്ന് ടോക്കിയോ എന്ന മഹാനഗരത്തിൻ്റെ ബഹളങ്ങളിലേക്ക് ചെന്നിറങ്ങിയ പാടെ സോഷിറോ ശ്രദ്ധിച്ചൊരു കാര്യം അവിടുത്തെ തെരുവുകളിൽ നിരന്തരം ഓടിക്കൊണ്ടിരുന്ന കാറുകളുടെ സാന്നിധ്യമാണ്. ഗ്രാമത്തിലായിരിക്കുമ്പോൾ അവന് മാസത്തിൽ ഒരിക്കലെങ്ങാനും ഒരു കാർ വന്ന് പോകുന്നത് കണ്ടാലായി. എന്നാൽ ടോക്കിയോ നഗരത്തിൽ 10ഉം 15ഉം കാറുകളൊക്കെ ഒരേ സമയത്ത് കണ്ട് അവൻ മൂക്കത്ത് വിരൽ വെക്കുന്നു. ഇത്രയധികം കാറുകൾ തെക്കുവടക്ക് ഓടുന്ന ഈ നഗരത്തിൽ തൻ്റെ ജോലിക്ക് പഞ്ഞമൊന്നും കാണില്ല എന്ന് അവൻ കരുതി. ജോലിക്ക് കയറി അന്ന് തന്നെ ഏതെങ്കിലും ഒരു കാർ എഞ്ചിൻ റിപ്പയർ ചെയ്യാൻ തനിക്ക് കിട്ടുമെന്ന് വരെ അവൻ പ്രതീക്ഷിച്ചു. പക്ഷെ ചെന്നപാടെ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് അവൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം തച്ചു തകർക്കുന്ന ഒന്നായിരുന്നു. ഷോപ്പിലെ ഒരൊറ്റ വണ്ടിയിൽ പോലും തൊട്ടുപോകരുത് എന്ന കർശന നിർദ്ദേശം അവനെ ഞെട്ടിച്ചു. നിന്റെ പണി ഗ്യാരേജ് തൂത്തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കലാണ്, അതുമാത്രം ചെയ്താൽ മതി എന്നായിരുന്നു ഉടമയുടെ കൽപ്പന. വണ്ടി റിപ്പയറിംഗ് പഠിക്കാനാണ് ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട് വന്നത്, അല്ലാതെ ഇവിടുത്തെ തറ തുടയ്ക്കാനല്ല എന്ന് നിലം തുടച്ചുകൊണ്ടിരിക്കെ സോഷിറോയുടെ മനസ്സിൽ ഒരു ആത്മകഥ ഉയർന്നു. തറ തുടച്ചു കഴിഞ്ഞുള്ള സമയവും അവിടുത്തെ റിപ്പയർ പണികളിൽ സഹായിക്കാൻ അവനെ ആ വർക്ക്ഷോപ്പിൻ്റെ ഉടമ സമ്മതിച്ചിരുന്നില്ല. അയാൾ മറ്റു ചില പണികൾ കൂടി കണ്ടുവച്ചിരുന്നു. അടുക്കളയിൽ പാചകത്തിന് സഹായിക്കുക, എന്നിട്ടും നേരം ബാക്കിയുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് ഉടമയുടെ കൊച്ചു കുഞ്ഞിനെ നോക്കുക. ദിവസവും മണിക്കൂറുകളോളം ആ കുഞ്ഞിനെയും പുറത്തേന്തി നടക്കേണ്ടി വന്നു അന്ന് സോഷിറോയ്ക്ക്. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി. വർക്ക്ഷോപ്പിലെ അപ്രന്റീസ് പണിക്ക് കാര്യമായ ശമ്പളമൊന്നും അവനുണ്ടായിരുന്നില്ല. കിടക്കാനൊരിടവും കഴിക്കാനുള്ള ഭക്ഷണവും മാത്രമാണ് ഓഫർ. ഒപ്പം ഈ ചെയ്യുന്ന അനാമത്ത് പണികളുടെ പേരിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ നിരന്തര പരിഹാസവും അവന് നേരിടേണ്ടി വരുന്നു. അതൊന്നുമല്ല പക്ഷേ അവനെ വല്ലാതെ അലട്ടിയിരുന്നത്. അത് ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ വർക്ക്ഷോപ്പ് ഉടമയുടെ കുഞ്ഞുങ്ങളെ നോക്കി ചെലവിടേണ്ടി വരുമോ എന്ന ആധിയായിരുന്നു. ഇങ്ങനെ വർക്ക്ഷോപ്പിലെ ജോലി വല്ലാതെ മടുത്തിട്ടും സോഷിറോ എല്ലാം മതിയാക്കി ഭാണ്ഡം കെട്ടി തിരികെ പോകാതിരുന്നത് ഒരേ ഒരു കാര്യം ഓർത്തിട്ടാണ്. മെക്കാനിക് ആവുമെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതാണ്. ഇനി തിരികെ ചെല്ലുന്നത് നാണക്കേടാണ്. അക്കാലത്ത് ടോക്കിയോയിൽ ഉണ്ടായിരുന്ന അപൂർവം ചില ഓട്ടോമൊബൈൽ മെക്കാനിക് വർക്ക്ഷോപ്പുകളിൽ ഒന്നായിരുന്നു ആർട്ട് ഷോക്കായി. നഗരം വികസിച്ചതിനോടൊപ്പം അവരുടെ വർക്ക്ഷോപ്പ് ബിസിനസ്സും പച്ചപിടിച്ചു. പണിക്കുമേൽ പണി വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ ബേബി സിറ്റിംഗ് ജോലിയിലായിരുന്ന സോഷിറോയെ വിളിച്ച് ഉടമ വർക്ക്ഷോപ്പിലെ പണികൾക്ക് നിയോഗിച്ചു. അടുത്ത ഒരു വർഷക്കാലത്തേക്ക് അവന് അവിടെ നൽകപ്പെട്ട ജോലികൾ മുമ്പ് അച്ഛൻ ആലയിൽ കൊടുത്തിരുന്ന പോലെ നിസ്സാരമായിരുന്നുവെങ്കിലും ഒടുവിൽ അവന് വർക്ക്ഷോപ്പിലെ റിപ്പയർ വർക്കുകളിലും ഏർപ്പെടാനുള്ള അവസരം കിട്ടുന്നു. അധികം വൈകാതെ ആ വർക്ക്ഷോപ്പിൽ കുറെ കൂടി ഗൗരവമുള്ള പണികൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള നിയോഗവും അവനുണ്ടാവുന്നുണ്ട്. ആ സാഹചര്യം പക്ഷേ ഒരു ദുരന്തത്തിൻ്റെ രൂപത്തിലാണ് അവനെ തേടിയെത്തുന്നത് എന്ന് മാത്രം.
1923 സെപ്റ്റംബറിൽ ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ 8.0 തീവ്രത രേഖപ്പെടുത്തിയ 1,00,000-ലേറെ പേരുടെ പ്രാണൻ അപഹരിച്ച വലിയൊരു ഭൂകമ്പം ഉണ്ടാവുന്നു. ദ ഗ്രേറ്റ് കാൻടോ എർത്ത്ക്വേക്ക് എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ ഭൂചലനത്തിൽ ആർട്ട് ഷോക്കായ് വർക്ക്ഷോപ്പ് മൊത്തമായി നിലംപൊത്തുന്നു. അന്നവിടെ ജോലി ചെയ്തിരുന്ന വിദഗ്ധരായ മെക്കാനിക്കുകളിൽ നല്ലൊരു ശതമാനവും അവരവരുടെ നാടുകളിലേക്ക് ഉറ്റവരെ തേടി പുറപ്പെട്ടു പോയി. ഭൂകമ്പത്തിന് മുമ്പ് ആർട്ട് ഷോക്കായ് വർക്ക്ഷോപ്പിൽ 16-17 മെക്കാനിക്കുകൾ ജോലിക്കുണ്ടായിരുന്നുവെങ്കിൽ ഭൂകമ്പത്തിന് ശേഷം അവിടെ അവശേഷിച്ചത് സീനിയർ അപ്രന്റീസ് ആയിട്ടുള്ള ഒരാളും പിന്നെ സോഷിറോ ഹോണ്ടയും മാത്രമാണ്. ഈ ആർട്ട് ഷോക്കായ് വർക്ക്ഷോപ്പിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയായി ഷിനാഗാവ എന്ന സ്ഥലത്തുള്ള ഒരു അസംബ്ലി ലൈനിൽ ഭൂകമ്പത്തിൽ തകരാറിലായ നിരവധി കാറുകൾ ഉണ്ടായിരുന്നു. ഭൂകമ്പത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ കാറുകൾ പലതും കത്തി നശിക്കുകയായിരുന്നു. ഇവ ഒന്നൊന്നായി ഇവർ രണ്ടുപേരും ചേർന്ന് റിപ്പയർ ചെയ്തെടുക്കുന്നു. തുടക്കത്തിൽ വേണ്ടത്ര സ്കിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും തുടർച്ചയായി ഏർപ്പെട്ട ഈ റിപ്പയറുകളിലൂടെ സോഷിറോയുടെ ഓട്ടോമൊബൈൽ റിപ്പയർ സ്കില്ലുകൾ മെച്ചപ്പെട്ടു വന്നു. അന്നത്തെ ജപ്പാനിലെ കാറുകളെല്ലാം ഓടിയിരുന്നത് വുഡൻ സ്പോക്കുള്ള ടയറുകളിലാണ്. തീ പിടിച്ചപ്പോൾ ഈ സ്പോക്കുകൾ കത്തിപ്പോയി. പകരം അഡ്ജസ്റ്റ്മെന്റ് സ്പോക്കുകൾ ഉണ്ടാക്കി വെച്ച് സോഷിറോയും കൂട്ടാളിയും ഈ കാറുകളെ വീണ്ടും ബ്രാൻഡ് ന്യൂ പരുവത്തിലേക്ക് എത്തിക്കുന്നു. അന്ന് കാർ ടയറിന്റെ സ്പോക്കുകളിൽ നടത്തിയ പരീക്ഷണങ്ങൾ പിന്നീട് സ്വന്തമായി കാറുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഹോണ്ടയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട്. സോഷിറോയ്ക്ക് 18 വയസ്സുള്ളപ്പോൾ ആർട്ട് ഷോക്കായുടെ മുതലാളി അയാളെ ടോക്കിയോ നഗരത്തിൽ നിന്ന് 500 മൈൽ മാറി ഹോൺഷു ദ്വീപിന്റെ വടക്കൻ പ്രാന്തങ്ങളിലുള്ള മോറിയോക്ക എന്നൊരിടത്തേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ കേടായി കിടന്നൊരു ഫയർ എഞ്ചിൻ നേരെയാക്കാൻ വേണ്ടിയാണ് അയാളെ പറഞ്ഞു വിടുന്നത്. അവിടുത്തെ എണ്ണം പറഞ്ഞ ലോക്കൽ മെക്കാനിക്കുകൾ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും നടപടിയാവാത്ത കേസാണിത്. ടോക്കിയോയിൽ നിന്ന് സീനിയർ മെക്കാനിക്കുകളിൽ ഒരാളാകും വരുന്നത് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഫയർ കമ്പനി ഉടമയും അവിടുത്തെ പണിക്കാരുമൊക്കെ സോഷിറോ എന്ന 18-കാരൻ കിളുന്തു പയ്യനെ കണ്ടപ്പോൾ നിരാശനായി. അന്ന് അയാൾക്ക് താമസിക്കാനായി വൈകുന്നേരത്തോടെ അറേഞ്ച് ചെയ്തു കൊടുത്ത മുറിയിൽ ആ അനിഷ്ടത്തിന്റെ പ്രതിഫലനം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു സത്രത്തിൽ ജോലിക്കാരുടെ മുറിയോട് ചേർന്ന് ഒരു കുടുസു മുറിയാണ് ആദ്യം അവർ ഏർപ്പാടാക്കി കൊടുക്കുന്നത്. പരിഹാസ രൂപേണയുള്ള ചോദ്യങ്ങൾ പലതും ചോദിച്ച് അവർ അയാളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു. അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ എഞ്ചിൻ പൊളിച്ചടുക്കുന്ന സോഷിറോ 3-ാം ദിവസം കേടുതീർത്ത് അതിനെ വീണ്ടും അസംബിൾ ചെയ്തു. എഞ്ചിൻ പഴയതിനേക്കാൾ ഉഷാറോടെ സ്റ്റാർട്ടായി പ്രവർത്തിക്കുകയും ചെയ്തു. വൈകുന്നേരത്തോടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി സത്രത്തിലെ തന്നെ മുറിയിലേക്ക് മടങ്ങി വരുന്ന സോഷിറോ ആ കുടുസുമുറിയിൽ തൻ്റെ ലഗേജ് കാണാഞ്ഞ് റിസപ്ഷനിൽ തിരക്കി. അപ്പോഴാണ് അയാൾ അറിയുന്നത് ഒരല്പനേരം മുമ്പ് ഫയർ സ്റ്റേഷനിൽ നിന്ന് ആരോ വന്ന് അയാളുടെ റൂം ആ സത്രത്തിലെ ക്ലാസ് എ റൂമാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അന്ന് രാവിലെ വരെ വെറും ഒരു അപ്രന്റീസ് മാത്രമായി ആളുകൾ കണക്കാക്കിയിരുന്ന അയാൾ ആ എഞ്ചിൻ തിരികെ പ്രവർത്തനക്ഷമമാക്കിയതോടെ എക്സ്പെർട്ട് മെക്കാനിക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആർട്ട് ഷോക്കായുടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്ന പല കമ്പനികളുടെ പല മോഡൽ കാറുകളുടെ റിപ്പയറിങ്ങിൽ സോഷിറോ ഹോണ്ട തൻ്റെ കഴിവ് തെളിയിച്ചൊരു കാലമായിരുന്നു അത്. തനിക്ക് സർവീസ് ചെയ്യാൻ കിട്ടുന്ന ഓരോ വണ്ടിയും അതിസൂക്ഷ്മമായി പഠിക്കുന്ന സ്വഭാവം ഹോണ്ടയ്ക്ക് അന്നേ ഉണ്ടായിരുന്നു. ജോലിക്കിടെ കിട്ടുന്ന ബ്രേക്കുകളിൽ നാട്ടിലെ സകല ഓട്ടോമൊബൈൽ മാസികകളും അരിച്ചുപെറുക്കി വാഹന ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളും അയാൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അധികം വൈകാതെ സോഷിറോ ഹോണ്ട വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല സ്വന്തമായി സ്പെയർ പാർട്ടുകൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന കാര്യത്തിലും പ്രസിദ്ധി നേടി. ഈ സമയത്താണ് ആർട്ട് ഷോക്കായ് കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളായിട്ടുള്ള യൂസോ സക്കാക്കിബാര സോഷിറോ ഹോണ്ടയെ മെൻഡർ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ചെയ്യുന്ന പണിയിൽ എക്സ്പെർട്ടൈസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ബിസിനസ് സൈഡ് കൂടി അറിഞ്ഞിരിക്കണമെന്ന് ഹോണ്ടയെ ഉപദേശിക്കുന്നത് യൂസോ ആണ്. അദ്ദേഹമാണ് അവനെ മോട്ടോർ സ്പോർട്സ് എന്ന വിശാല ലോകത്തിലേക്ക് ക്ഷണിക്കുന്നത്. 1923 യൂസോയ്ക്ക് സ്വന്തമായി ഒരു റേസിംഗ് കാർ ഉണ്ടാക്കണം എന്ന മോഹം ഉദിച്ചപ്പോൾ അതിന് അദ്ദേഹം ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് കൂടെ കൂട്ടിയത് സോഷിറോയാണ്. കേർട്ടിസ് എന്ന പേരിൽ അവരുണ്ടാക്കിയ രണ്ടാമത്തെ ഡിസൈൻ 1924 ജാപ്പനീസ് മോട്ടോർ കാർ ചാമ്പ്യൻഷിപ്പ് നേടുന്നു. അന്ന് സോഷിറോ ഹോണ്ടയ്ക്ക് വെറും 18 വയസ്സാണ് പ്രായം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊരു റേസ് ജയിച്ച ടീമിൻ്റെ ഭാഗമായതും ആ റേസിൽ ഓടിച്ച സ്പോർട്സ് കാർ ഡിസൈൻ ചെയ്ത ടീമിലെ പ്രധാന അംഗമാകാൻ പറ്റിയതുമൊക്കെ ഹോണ്ടയ്ക്ക് വല്ലാത്തൊരു ഹൈ തന്നെ കൊടുത്തു. സമാനമായ ഹൈ കിട്ടുന്ന മേഖലകൾ തേടിയായി പിന്നീട് അങ്ങോട്ട് ആയുഷ്കാലം മുഴുവനും ഹോണ്ടയുടെ പ്രയാണം. ആർട്ട് ഷോക്കായിൽ സോഷിറോയ്ക്ക് 5 വർഷം തികയുന്നു. അന്ന് അദ്ദേഹത്തിന് പ്രായം വെറും 20 വയസ്സ്. നനച്ചിരിക്കാതെ ഒരു ദിവസം അദ്ദേഹത്തെ തേടി സൈന്യത്തിൽ നിന്ന് ഒരു ഉത്തരവ് വന്നെത്തുന്നു. ജപ്പാനിൽ അന്ന് യുവാക്കൾക്കെല്ലാം സൈനിക സേവനം നിർബന്ധമായിരുന്ന കാലമാണ്. അതിനുള്ള ഓർഡറാണ് വന്നിട്ടുള്ളത്. മനസ്സോടെ സോഷിറോ റിക്രൂട്ട്മെന്റ് സെന്ററിലേക്ക് പോകുന്നു. അവിടുത്തെ സ്ക്രീനിങ് മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതോടെ ഒരു കാര്യം മനസ്സിലാവുന്നു, സോഷിറോ കളർ ബ്ലൈൻഡ് ആണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അയാളെ അവർ അന്ന് നിർബന്ധിത സൈനിക സേവന ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു. ആയുടെ വർക്ക്ഷോപ്പിൽ പുതുപുത്തൻ അവസരങ്ങൾ നിരവധി കിട്ടിയിരുന്നത് കൊണ്ട് അയാൾ അവിടെ വളരെയധികം സന്തുഷ്ടനായിരുന്നു. അപ്രന്റീസ് എന്ന നിലയിലുള്ള തൻ്റെ സേവനം 1 വർഷം കൂടി നീട്ടാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അപ്പോഴേക്കും സോഷിറോ വണ്ടിയുടെ എഞ്ചിൻ പണിയിൽ അസാമാന്യമായിട്ടുള്ള വൈഭവം തന്നെ ആർജിച്ചു കഴിഞ്ഞിരുന്നു. സാമാന്യം എക്സ്പെർട്ട് ലെവലിൽ തന്നെ ഡ്രൈവിംഗും അയാൾക്ക് വശമായി കഴിഞ്ഞിരുന്നു.
1928 ആഷോക്കായി മുതലാളി സ്ഥാപനത്തിൻ്റെ പുതിയൊരു ബ്രാഞ്ച് ഹമാമാസുവിൽ ആരംഭിക്കാൻ ആലോചിച്ചപ്പോൾ അത് പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്താൻ അദ്ദേഹം കണ്ടത് സോഷിറോയെ ആയിരുന്നു. താരതമ്യേന ഒരു ചെറിയ സെറ്റപ്പായിരുന്നു അത്. സോഷിറോ ഹോണ്ടയും പിന്നെ കൂട്ടിന് ഒരേ ഒരു അപ്രന്റീസ് ട്രെയിനിയും. ടോക്കിയോയിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച് മെക്കാനിക്കായി മടങ്ങി വന്ന് ഇങ്ങനെ ഒരു പുത്തൻ ഗ്യാരേജ് തുടങ്ങിയ മകൻ്റെ നേട്ടങ്ങളിൽ അച്ഛൻ ഹോണ്ട വളരെ ആഹ്ലാദവാനായിരുന്നു. ആ സന്തോഷത്തിന് അയാൾ മകന് വർക്ക്ഷോപ്പിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ ഒരു തുണ്ട് ഭൂമി വാങ്ങി അവിടെ ഒരു വീട് വെച്ച് നൽകി. ഒപ്പം ഒരു ചാക്ക് അരിയും അദ്ദേഹം കൊണ്ടു കൊടുക്കുന്നു. എന്തു വന്നാലും മകൻ പട്ടിണി കിടക്കരുത് എന്ന അച്ഛൻ്റെ കരുതലായിരുന്നു അത്. തുടക്കത്തിൽ ചെറിയ പയ്യൻ എന്ന് മുദ്രകുത്തി ലോക്കൽ കാർ ഓണർമാർ വണ്ടികൾ സർവീസ് ചെയ്യാൻ അവിടെ കൊടുത്തിരുന്നില്ല എങ്കിലും പിന്നീട് അങ്ങോട്ട് ആരെക്കൊണ്ടും നന്നാക്കാൻ പറ്റാത്ത പല വണ്ടികളും റിപ്പയർ ചെയ്ത് സോഷിറോ ഹോണ്ട പതുക്കെ ഒരു റെപ്യൂട്ടേഷൻ വളർത്തിയെടുക്കുന്നു. താൻ കൈവരിച്ച പുരോഗതി സോഷിറോ ഹോണ്ടയെ അഭിമാനം കൊള്ളിക്കുന്ന ഒന്നായിരുന്നു. 15-ാം വയസ്സിൽ വെറുമൊരു അപ്രന്റീസ് ട്രെയിനിയായി ടോക്കിയോ നഗരത്തിലേക്ക് പോയ ഭാഗ്യാന്വേഷിയായിട്ടുള്ള കൗമാരക്കാരൻ വെറും 5-6 വർഷം കൊണ്ട് സ്വന്തം നാട്ടിലെ ഏറ്റവും തിരക്കേറിയ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൻ്റെ അമരക്കാരനായി മാറിയിരിക്കുകയാണ്. ചെറുതല്ല ആ നേട്ടം. അന്ന് അയാളുടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്ന കാറുകൾക്കൊക്കെയും വുഡൻ സ്പോക്കുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒടിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെയുള്ള തകരാറുകൾ സ്ഥിരം വന്നതോടെ അയാൾക്ക് പണ്ട് ഭൂകമ്പകാലത്ത് ടോക്കിയോയിൽ വെച്ച് ടയർ സ്പോക്കുകളുടെ ഡിസൈനിൽ നടത്തിയിരുന്ന പരീക്ഷണങ്ങൾ ഓർമ്മ വരുന്നു. അങ്ങനെ നിരവധി ട്രയൽ ആൻഡ് എററുകൾക്ക് ശേഷം സോഷിറോ തൻ്റെ വർക്ക്ഷോപ്പിൽ വരുന്ന കാറുകളുടെ ടയറുകളിൽ കാസ്റ്റ് മെറ്റൽ സ്പോക്കുകൾ വിജയകരമായി പരീക്ഷിച്ചു. ഒരു ട്രേഡ് ഫെയറിൽ തൻ്റെ പുതിയ ഇന്നോവേഷൻ പ്രദർശനത്തിന് വെക്കുന്ന സോഷിറോ അതിനുള്ള പേറ്റന്റും സ്വന്തമാക്കുന്നു. ഹോണ്ടയുടെ ഈ കാസ്റ്റ് മെറ്റൽ സ്പോക്കുകൾക്ക് പിന്നീട് ആഗോളതലത്തിൽ തന്നെ ആവശ്യക്കാർ നിരവധിയുണ്ടായി. അന്ന് ഇന്ത്യയിലേക്ക് വരെ ഹോണ്ടയുടെ സ്പോക്കുകൾ കയറ്റി അയക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പോയി സോഷിറോയ്ക്ക് 25 വയസ്സ് തികഞ്ഞപ്പോഴേക്കും അയാളുടെ വർക്ക്ഷോപ്പ് മാസം 1000 yen ലാഭമുണ്ടാക്കാൻ തുടങ്ങി. വെറും ഒരു അപ്രന്റീസുമായി തുടങ്ങിയ ബ്രാഞ്ചിൽ അപ്പോഴേക്കും 50ഓളം മെക്കാനിക്കുകളെ ജോലിക്കെടുക്കേണ്ട അവസ്ഥയായി. ഷോപ്പിൻ്റെ വളർച്ച വളരെ എക്സ്പോണൻഷ്യൽ ആയിരുന്നു. ഒപ്പം സോഷിറോ ഹോണ്ടയും അളവില്ലാത്ത സമ്പത്ത് ആർജിച്ചു. ആ സമ്പത്തിൻ്റെ ബലത്തിൽ സോഷിറോ ഹിമാമത്സുവിലെ ലോക്കൽ പ്ലേ ബോയായും മാറി. പ്രദേശത്തെ കുപ്രസിദ്ധമായ ഗേഷ ഹൗസുകളിൽ ഒരു സ്ഥിരം സന്ദർശകനായിട്ട് മാറുന്ന അയാൾ പലപ്പോഴും സ്വന്തം വിദേശ കാറുകളിൽ ഗേഷകളെയും നിറച്ച് ഹമാമസുവിൻ്റെ തെരുവുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നതും പതിവായി. ഒരിക്കലൊരു ദിവസം ഗേഷകളുമായി കുടിച്ചു കൂത്താടിയ ശേഷം കാറിൽ മദ്യപിച്ച് മതോന്മത്തനായി തിരികെ വീട്ടിൽ പോകവേ നിയന്ത്രണം തെറ്റി സോഷിറോയുടെ കാർ ഒരു പാലത്തിൽ നിന്ന് ചാടി പുഴയിലേക്ക് വീഴുന്നു. ഭാഗ്യത്തിന് അന്ന് പുഴയിൽ വെള്ളത്തിനു പകരം ചെളിയായിരുന്നതുകൊണ്ട് വണ്ടിക്കോ ആൾക്കോ കാര്യമായ കേടൊന്നും തന്നെ പറ്റുന്നില്ല. ആയിടെ തന്നെ ഒരു ഇൻകം ടാക്സ് ഓഫീസറുമായിട്ട് വാക്തർക്കമുണ്ടായി. അയാളൊരു ഫയർ എഞ്ചിൻ ഹോസ് എടുത്ത് ഈ ഓഫീസറുടെ തലയിലൂടെ വെള്ളം ചീറ്റുന്നു. പിന്നീട് ഒരു നാൾ തൻ്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരു ഗേഷയുമായിട്ട് വഴക്കടിച്ച് ഒടുവിൽ ഹോണ്ട അവരെ 2ാം നിലയിലെ ജനാലയിലൂടെ പുറത്തേക്ക് തള്ളിയിട്ടു. ഭാഗ്യവശാൽ അവർ താഴേക്കുള്ള വീഴ്ചയ്ക്കിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ വയറിൽ കുരുങ്ങി കിടക്കുന്നു. ആ സ്ത്രീയെ താഴേക്ക് വീഴാതെയും അവർക്ക് ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കടിക്കാതെയും രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അന്ന് ഹമാമസു പട്ടണത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇരുട്ടിലാകുന്നു. ഇക്കാലത്ത് സോഷിറോ ഹോണ്ടയ്ക്ക് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ഐഡിയ തോന്നുന്നു. ആജീവനാന്തം ഇങ്ങനെ വാഹനങ്ങൾ റിപ്പയർ ചെയ്തും സർവീസ് ചെയ്തുമൊക്കെ ഇരുന്നാൽ പോരാ. വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുക എന്നത് വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ്. ഹമാമാസുവിലെ ആർട്ട്ഷോക്കായി ഷോപ്പ് എൻജിൻ റിപ്പയറിങ്ങിന് പകരം എൻജിൻ്റെ ചില പാർട്സുകൾ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാക്കി മാറ്റാൻ തനിക്ക് അനുവാദം കിട്ടിയിരുന്നെങ്കിലെന്ന് അന്ന് അദ്ദേഹത്തിന് തോന്നി. അത് ഹോണ്ട കമ്പനിയുടെ മേധാവികളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സോഷിറോയുടെ ഈ യമണ്ടൻ ഐഡിയ മുതലാളിമാർക്ക് ആർക്കും തന്നെ ബോധിക്കുന്നില്ല. ഹമാമാസുവിലെ വർക്ക്ഷോപ്പ് നിലവിൽ നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആ കച്ചവടം വേണ്ടെന്ന് വെച്ച് ഭാവി എന്തെന്നു പോലും അറിയാത്ത ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നത് വിഡ്ഢിത്തമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർ അതിനുള്ള അനുമതി നിഷേധിക്കുന്നു. ഒരുപാട് ഫണ്ട് ഇറക്കേണ്ട, ഒരുപാട് റിസ്ക് ഉള്ളൊരു ബിസിനസ് ആയിട്ടാണ് അവരതിനെ കണ്ടത്. എന്നാൽ ഇങ്ങനൊരു റിജക്ഷൻ നേരിടേണ്ടി വന്നിട്ടും സോഷിറോ ഹോണ്ട തൻ്റെ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നില്ല. 1934 അദ്ദേഹം തൻ്റെ ഒരു സ്നേഹിതനോടൊപ്പം ടോക്കൈസേക്കി ഹെവി ഇൻഡസ്ട്രീസ് എന്ന പേരിൽ പുതിയ ഒരു കമ്പനി തന്നെ ആരംഭിക്കുന്നു. അതിന് കീഴിൽ പിസ്റ്റൺ റിങ്ങുകൾ ഡിസൈൻ ചെയ്തെടുക്കാനുള്ള പരീക്ഷണങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു. പകൽ സമയം മുഴുവൻ ആർട്ട്ഷോക്കായി വർക്ക്ഷോപ്പിൽ വാഹനങ്ങളുടെ റിപ്പയറിങ്ങിൽ മേൽനോട്ടം. വൈകുന്നേരമായാൽ നേരെ സ്വന്തം കമ്പനിയിലെത്തി നേരം വെളുക്കും വരെയും പരീക്ഷണങ്ങൾ. ഇങ്ങനെയായി അന്നത്തെ സോഷിറോയുടെ ജീവിതത്തിൻ്റെ ഒരു ഷെഡ്യൂൾ. ലോഹങ്ങളെയും ലോഹസങ്കരങ്ങളെയും കുറിച്ചുള്ള തൻ്റെ ധാരണകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഹോണ്ട അന്ന് ഹമാമാസു ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഈവനിങ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 1935 സകല അസാൻമാർഗീയതകളുടെയും കൊടുമുടിയിൽ നിൽക്കെ സോഷിറോ ഹോണ്ട വിവാഹിതനാകുന്നു. പ്രദേശവാസിയായിട്ടുള്ള സാച്ചി ഇഷോബെ എന്നൊരു അധ്യാപികയാണ് അയാൾ തൻ്റെ പത്നിയാക്കുന്നത്.
വിവാഹശേഷം സോഷിറോയുടെ ശ്രദ്ധ ഗേഷകളുടെ കൂടെ കുടിച്ചു കൂത്താടുന്നതിൽ നിന്നും മാറി സ്പോർട്സ് കാർ റേസിംഗിലേക്ക് തിരിയുന്നു. 1936 ഒരു ജാപ്പനീസ് ഹൈസ്പീഡ് റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സോയിച്ചിറോ ഓടിച്ചിരുന്ന കാർ ട്രാക്കിൽ നിന്ന് തെന്നി മാറി 3 തവണ തകിടം മറിയുന്നു. ആ അപകടത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്ന ഹോണ്ടയ്ക്ക് 3 മാസത്തോളം ആശുപത്രി കിടക്കയിൽ ഒതുങ്ങിക്കൂടേണ്ടി വരികയും ചെയ്യുന്നു. അന്നത്തെ അപകടത്തിൽ കിട്ടിയ ഒരു വടു മരിക്കും വരെയും ഹോണ്ടയുടെ തലയിലുണ്ടായിരുന്നു. അന്ന് ഹോണ്ട ജീവനോടെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യമെന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടത്. എന്തായാലും അതോടെ സോഷിറോ ഹോണ്ട മോട്ടോർ റേസിംഗ് ലോകത്തു നിന്ന് എന്നേക്കുമായി പിന്മാറി. പിന്നീട് അങ്ങോട്ടുള്ള കാലം പിസ്റ്റൺ റിംഗ് ഉണ്ടാക്കാനുള്ള തന്റെ പ്രയത്നം തുടർന്നു പോകുന്ന ഹോണ്ട 1939 വിപ്ലവകരമായിട്ടുള്ളൊരു ഡിസൈനിൽ എത്തിച്ചേരുന്നു. പിന്നാലെ യുദ്ധകാല വാഹനങ്ങൾക്ക് വേണ്ടി ഈ പിസ്റ്റൺ റിംഗുകൾ നിർമ്മിക്കാനുള്ള നിരവധി കരാറുകൾ ഹോണ്ടയ്ക്ക് കിട്ടുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ആർട്ട് ഷോക്കായിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ അവിടുത്തെ ട്രെയിനികളെ ഏൽപ്പിച്ച് മുഴുവൻ സമയവും തൻ്റെ പുതിയ പിസ്റ്റൺ റിംഗ് മാനുഫാക്ചറിംഗ് ബിസിനസ്സിലേക്ക് കേന്ദ്രീകരിച്ചു തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് സോഷിറോ ഹോണ്ട ഒരിക്കൽ അനുഭവിച്ച ആ ഹൈ വീണ്ടും അയാൾക്ക് കിട്ടാൻ തുടങ്ങി. പക്ഷേ ആ ആവേശം അല്പായുസ്സായിരുന്നു. അധികം വൈകാതെ മാനുഫാക്ചറിംഗ് പ്രശ്നങ്ങൾ അയാൾ നിർമ്മിക്കുന്ന പിസ്റ്റൺ റിങ്ങുകളെ അലട്ടി തുടങ്ങി. ടൊയോട്ട കമ്പനിയിൽ നിന്ന് കിട്ടിയ വലിയൊരു ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകിയ 12,000 പിസ്റ്റൺ റിങ്ങുകളിൽ 3 മാത്രമാണ് അന്ന് ടൊയോട്ടയുടെ വളരെ കർശനമായിട്ടുള്ള ക്വാളിറ്റി ടെസ്റ്റുകൾ പാസ്സാകുന്നുള്ളൂ. ഇങ്ങനെ വലിയൊരു തിരിച്ചടി കിട്ടിയപ്പോഴും ഹോണ്ട പരാജയപ്പെട്ട് പിന്മാറുകയല്ല ചെയ്തത്. അദ്ദേഹം അന്നത്തെ ജപ്പാനിലെ എണ്ണം പറഞ്ഞ സർവകലാശാലകളിലെ പ്രസിദ്ധമായ ഗവേഷണ കേന്ദ്രങ്ങളിൽ ചെന്ന് തൻ്റെ മെറ്റൽ അലോയി മാനുഫാക്ചറിംഗ് പ്രോസസ്സ് സംബന്ധിച്ച അബദ്ധധാരണകൾ അത്രയും തിരുത്തി കുറിക്കുന്നു. നിർമ്മാണ പ്രക്രിയയിലെ പിഴവുകൾ ഓരോന്നായി പരിഹരിച്ച ശേഷം അദ്ദേഹം വീണ്ടും പിസ്റ്റൺ റിംഗിന്റെ പുതിയൊരു പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്നു. ഇത്തവണ നിർമ്മിച്ച സാമ്പിളുകളെല്ലാം തന്നെ ടൊയോട്ടയുടെ ക്വാളിറ്റി ടെസ്റ്റുകൾ പാസ്സാവുന്നു. അതിനേക്കാൾ വലിയൊരു കാര്യം, ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ്സ് വഴിക്ക് ഈ പിസ്റ്റൺ റിംഗുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കേണ്ടത് എങ്ങനെയെന്നും അതിനിടയ്ക്ക് ഹോണ്ട മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തേതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നേരത്തേതിൻ്റെ 10 ഇരട്ടി ക്വാണ്ടിറ്റി പിസ്റ്റൺ റിങ്ങുകൾ നിർമ്മിക്കാൻ അതോടെ ഹോണ്ട പ്ലാന്റുകൾക്ക് കഴിയുന്നു. ഈ പുതിയ പിസ്റ്റൺ റിങ്ങുകൾക്കുള്ള ഡിമാൻഡ് നാൾക്കുനാൾ വർദ്ധിച്ചു വന്നതോടെ അദ്ദേഹം അതിനുവേണ്ടി മാത്രമായി പുതിയൊരു ഫാക്ടറി തന്നെ സ്ഥാപിക്കുന്നു. നിർഭാഗ്യവശാൽ ഹോണ്ട ഇങ്ങനെ തൻ്റെ വ്യാവസായിക വളർച്ചയ്ക്കുള്ള പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കെ നിലച്ചിരിക്കാതെ 2ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ജപ്പാന്റെ എൻട്രി ഉണ്ടാവുന്നു. അതോടെ ഹോണ്ടയുടെ ഫാക്ടറികളിൽ പണിയെടുത്തിരുന്ന ഒട്ടുമിക്ക വിദഗ്ധ പുരുഷ തൊഴിലാളികളും മിലിറ്ററിയിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഫാക്ടറി പ്രവർത്തിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് പോലും അന്ന് കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. ജപ്പാൻ ആ യുദ്ധത്തിൽ തോൽവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ ഒരു ദിവസം ശത്രുവിമാനങ്ങൾ ആകാശത്തുനിന്ന് വർഷിച്ച ഒരു ബോംബ് ഹോണ്ട ഫാക്ടറിക്ക് മുകളിലും വന്നു വീഴുന്നു. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട പല യന്ത്രങ്ങളും ആ ബോംബിങ്ങിൽ തകരാറിലാവുകയും ചെയ്തു. ഈ സംഭവങ്ങളൊക്കെയും സോഷിറോ ഹോണ്ടയുടെ നെഞ്ച് തകർക്കാൻ പോകുന്നവയായിരുന്നു. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പലവിധ ക്ലേശങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഹോണ്ട കമ്പനിയുടെ ശവപ്പെട്ടിക്ക് മേലെ അടിച്ച അവസാനത്തെ ആണിയായിരുന്നു ഈ ഏരിയൽ ബോംബിംഗ്. അങ്ങനെ ഒടുവിൽ ഹോണ്ട തന്റെ അവശേഷിച്ച മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളെല്ലാം തന്നെ ടൊയോട്ടയ്ക്ക് വിറ്റ് ഒഴിവാക്കുന്നു. 2ാം ലോക മഹായുദ്ധം ജപ്പാന് വലിയ നഷ്ടങ്ങൾ സമ്മാനിച്ച ഒന്നായിരുന്നു. അവരുടെ സുപ്രധാന നഗരങ്ങളിൽ 140 എണ്ണമെങ്കിലും വാർ ഡാമേജ് സിറ്റീസ് എന്ന് ഔദ്യോഗികമായി തന്നെ ക്ലാസിഫൈ ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സമ്പത്തിന്റെ 1/4 ഭാഗത്തോളം അന്ന് നശിച്ചു പോകുന്നു. ലക്ഷക്കണക്കിന് ജാപ്പനീസ് പൗരന്മാരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനിടയിൽ കൃഷിനാശം കൂടി ഉണ്ടായതോടെ ജപ്പാനിൽ പലരും കൊടിയ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടപ്പെട്ടു. പലരും അന്ന് തെരുവിൽ അന്തിയുറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. സഖ്യസേനയുടെ ജപ്പാനിലെ അധിനിവേശ സാന്നിധ്യം പിന്നീട് 7 വർഷത്തോളമാണ് തുടർന്നു പോയത്. അത്രയും കാലത്തെ അവരുടെ ചെലവ് മുഴുവൻ വഹിക്കേണ്ടി വന്നതും ജപ്പാന് തന്നെ. അതിനുവേണ്ടി മാത്രം ദേശീയ ബജറ്റിന്റെ 1/3 ചെലവായിരുന്ന കാലം. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പോലും കടുത്ത റേഷനിങ് നിലനിന്ന ആ പഞ്ഞക്കാലത്താണ് ജപ്പാനിൽ അന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന സഖ്യസേനാ മേധാവി ജനറൽ ഡഗ്ലസ് മക്കാർത്തർ വർഷത്തിൽ പരമാവധി 1000 ട്രക്കുകളും 350 കാറുകളും മാത്രമേ രാജ്യത്ത് നിർമ്മിക്കാവൂ എന്നൊരു ചട്ടം കൊണ്ടുവരുന്നത്. അത് കഷ്ടിച്ച് ജപ്പാനിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുപോലും പലർക്കും അന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നതാണ് വാസ്തവം. ജപ്പാനിലെ സാധാരണക്കാർക്ക് അന്ന് ആകെ ആശ്രയിക്കാൻ ഉണ്ടായിരുന്നത് സൈക്കിളുകളെ മാത്രമായിരുന്നു. എന്നാൽ കയറ്റം വരുമ്പോഴും അതുപോലെ പെട്ടെന്നെത്തേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ ഒരുപാട് ദൂരേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമോ ഒക്കെ വരുമ്പോൾ അവിടുത്തെ പലർക്കും യാത്ര ചെയ്യാൻ കാര്യക്ഷമമായ നല്ലൊരു ഉപാധിയില്ലാതെ അവർ വലഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സോഷിറോ ഹോണ്ട ഒരു പുതിയ അവസരം തൻ്റെ മുന്നിൽ കാണുന്നത്. തൻ്റെ അനിയൻ ബെഞ്ചിറോയ്ക്കൊപ്പം സോഷിറോ സൈക്കിളുകളെ മെക്കനൈസ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി.
അദ്ദേഹം ഈ സൈക്കിൾ ഫ്രെയിമുകളിൽ ഒന്നിൽ ഒരു സർപ്ലസ് ആർമി ബാക്ക് പാക്ക് റേഡിയോയിൽ നിന്നെടുത്ത ഒരു ചെറിയ ഗ്യാസലിൻ പവേർഡ് 2 സ്ട്രോക്ക് മോട്ടോർ ഘടിപ്പിക്കുന്നു. ഈ പുതിയ വാഹനത്തിന്റെ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ചെയ്യാനും തുടർ ഗവേഷണങ്ങൾക്കും വേണ്ടി സോഷിറോ ഹോണ്ട 1946 സെപ്റ്റംബറിൽ ഹോണ്ട ടെക്നിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു ഹൈടെക് റിസർച്ച് ഫെസിലിറ്റി തന്നെ ആരംഭിക്കുന്നു. പിസ്റ്റൺ റിംഗ് നിർമ്മാണത്തിലൂടെ സ്വരുക്കൂട്ടിയ സമ്പാദ്യമായിരുന്നു പുതിയ സംരംഭത്തിന്റെ ഊർജം. സൈന്യം യുദ്ധാനന്തരം ഉപേക്ഷിച്ച പല സർപ്ലസ് എഞ്ചിനുകളും ഹോണ്ടയുടെ ഈ പുതിയ ബൈക്ക് പ്രൊജക്റ്റിൽ അദ്ദേഹം റീപർപ്പസ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഹോണ്ട നിർമ്മിച്ച ആദ്യത്തെ ബൈക്കായിരുന്നു ഹോണ്ട എ ടൈപ്പ് എന്ന അവരുടെ 50cc ബൈക്ക്. ഈ പുതിയ ബൈക്കുകൾ മാർക്കറ്റിൽ ഇറങ്ങിയ പാടെ ഇൻസ്റ്റന്റ് ഹിറ്റായി മാറി. ഓർഡറുകൾ വന്ന് കുമിഞ്ഞു കൂടാൻ തുടങ്ങിയതോടെ ഹോണ്ടയുടെ പക്കൽ പുതിയ ബൈക്കുകളിൽ പിടിപ്പിക്കാൻ വേണ്ട സർപ്ലസ് എഞ്ചിനുകൾ ഇല്ല എന്ന് വന്നു. അതോടെ ഹോണ്ട സ്വന്തമായി എഞ്ചിനുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഹമമാസുവിൽ പുതിയൊരു ഫാക്ടറിയും തുടങ്ങി. അപ്പോഴും മാസ് സ്കെയിലിൽ ബൈക്കുകൾ നിർമ്മിക്കാൻ വേണ്ട പണം ഹോണ്ടയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. അന്ന് ജപ്പാനിൽ ഏകദേശം 18,000-ഓളം സൈക്കിൾ ഡീലർമാരുണ്ടായിരുന്നു. അവർ ഓരോരുത്തർക്കും ഹോണ്ട നേർക്കുനേർ കത്തുകൾ എഴുതി തൻ്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. അവരിൽ നിന്ന് നിക്ഷേപങ്ങൾ ക്ഷണിച്ചു. ഈ കത്തെഴുതിയ 18,000 പേരിൽ 3,000-ഓളം ഷോപ്പ് ഉടമകൾ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായതോടെ ഹോണ്ടയ്ക്ക് അത്രയും നാൾ മിസ്സിംഗ് ആയിരുന്ന അടിസ്ഥാന മൂലധനമായി. 1948 സെപ്റ്റംബർ 24 ഹോണ്ട മോട്ടോർ കമ്പനി എന്ന പേരിൽ ഹോണ്ട ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അന്ന് ഏകദേശം $3,300 വരുന്ന മൂലധനത്തിന്റെ ബലത്തിൽ അദ്ദേഹം കമ്പനിയുടെ പ്രസിഡന്റ് ആവുന്നു. ആ പ്രസ്ഥാനത്തിന് പിന്നാലെ വെച്ചടി കയറ്റം തന്നെയായിരുന്നു. 1949 മാനേജിംഗ് ഡയറക്ടറായി സോഷിറോയുടെ കൂടെ എത്തുന്ന തക്കയോ ഫുജിസാവ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ഉടനീളം അദ്ദേഹത്തിന് കൂട്ടായി. വേറെയും നിരവധി പ്ലേയേഴ്സ് അന്ന് ജാപ്പനീസ് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നുവെങ്കിലും ഫാക്ടറി ഓട്ടോമേഷനിലും പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിലുമൊക്കെ സോഷിറോ ഹോണ്ട ചെലുത്തിയിരുന്ന സവിശേഷ ശ്രദ്ധ ഹോണ്ടയെ അവരെക്കാളൊക്കെ ഒരു പടി മുന്നിൽ നിർത്തി. കൺവെയർ ബെൽറ്റ് മോഡലിൽ ഡിസൈൻ ചെയ്ത അന്നത്തെ ഹോണ്ടയുടെ പുതിയ പ്ലാന്റിൽ നിന്ന് മാസം 200-ഓളം എ ടൈപ്പ് എഞ്ചിനുകൾ ഇറങ്ങി തുടങ്ങി. അന്നൊക്കെ മോട്ടോർ ബൈക്ക് നിർമ്മാതാക്കൾ അവരുടെ ബൈക്ക് പാർട്സിൽ കാര്യമായ സ്റ്റാൻഡർഡൈസേഷൻ ഒന്നും പാലിച്ചിരുന്നില്ല. തൻ്റെ ബൈക്കിൽ ഉപയോഗിക്കുന്ന സ്പെയർ പാർട്സ് എല്ലാം തന്നെ ഒരേ തരത്തിൽ ഒരേ സ്പെക്കിലുള്ള സ്പെയർ പാർട്സ് തന്നെ ഉപയോഗിക്കണമെന്നും പ്ലാന്റിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസ് എല്ലാം പണിക്ക് ഒരുപോലെയുള്ള ഫിനിഷിംഗ് ടൂൾസ് ഉപയോഗിക്കണമെന്നുമൊക്കെ സോഷിറോ ഹോണ്ടയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഏതെങ്കിലും പ്ലാന്റ് ടെക്നീഷ്യൻ ഒരു സബ്സ്റ്റാൻഡേർഡ് ടൂൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മോഡിഫൈഡ് പാർട്സ് ഉപയോഗിക്കുന്നതോ ഒക്കെ കണ്ടാൽ ആ നിമിഷം തന്നെ അയാളെ ഹോണ്ട പിരിച്ചുവിടുമായിരുന്നു. 40കളുടെ അവസാനത്തോടെ ഹോണ്ട കമ്പനി പുതിയ മോഡലുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി മാർക്കറ്റിൽ ഇറക്കുന്നു. 90cc ബി ടൈപ്പ് കാർഗോ വണ്ടി, 96cc സി ടൈപ്പ് എന്നീ മോഡലുകൾക്ക് ശേഷം 1949 ഹോണ്ട അതിൻ്റെ ആദ്യത്തെ കംപ്ലീറ്റ് ഫുൾ സ്കെയിൽ മോട്ടോർ സൈക്കിളായിട്ടുള്ള 98cc ഡി ടൈപ്പ് ഡ്രീം പുറത്തിറക്കുന്നു. ഡ്രീം മോഡലിൻ്റെ വ്യാവസായിക വിജയം ഹോണ്ട കമ്പനിയുടെ 2 വീലർ മാർക്കറ്റിലെ നില കാര്യമായിട്ട് മെച്ചപ്പെടുത്തുന്നു. നിലവിലെ മോഡലുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹളവും പുകയും കണ്ട് അസംതൃപ്തനായിരുന്ന ഹോണ്ട 1951 ഡ്രീം ഇ എന്നൊരു 146cc 4 സ്ട്രോക്ക് മോഡൽ മാർക്കറ്റിൽ ഇറക്കുന്നു. ഇറങ്ങിയതിന് പിന്നാലെ അതിൻ്റെ ഓർഡറുകൾ കുമിഞ്ഞു കൂടാനും തുടങ്ങി. അതോടെ വരുമാനവും കുത്തനെ വർദ്ധിച്ചു. ഒരു വർഷത്തിന് ശേഷം കബ് എഫ് എന്ന പേരിൽ ഒരു ക്ലിപ്പ് ഓൺ ബൈസൈക്കിൾ എഞ്ചിൻ നിർമ്മിച്ചുകൊണ്ട് ഹോണ്ട 2 സ്ട്രോക്ക് വിപണിയിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. ആ എഞ്ചിൻ അന്ന് ഏതൊരു സൈക്കിളിലും ഘടിപ്പിക്കാൻ പറ്റിയ ഒരു ഡിസൈനിലുള്ളതായിരുന്നു. അതും കാര്യമായി അന്ന് വിറ്റുപോയി. ഈ മോഡലിന്റെ തുടർച്ചയായി 1958 ഹോണ്ട കൊണ്ടുവന്ന സൂപ്പർ കബ് എന്ന പുതിയ മോഡൽ ബൈക്ക് ഹോണ്ടയുടെ മാത്രമല്ല മോട്ടോർ സൈക്കിൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വിറ്റുപോയിട്ടുള്ള ഒരു മോഡലാണ്. അമേരിക്കൻ വിപണിയിൽ തൻ്റെ ബൈക്കിന് ഒരു സ്ഥാനമുണ്ടാക്കി എടുക്കാനാണ് ഹോണ്ട അടുത്തതായി ശ്രമിക്കുന്നത്. 60കൾക്ക് മുമ്പ് വരെ അമേരിക്കയിൽ ബൈക്കിൽ പോകുന്നത് ഒരുതരം ആൻറ്റി സോഷ്യൽ മനോഭാവമുള്ള അല്ലെങ്കിൽ ജിപ്സി ഹിപ്പി സ്വഭാവമുള്ളവരാണ്, നിയമം ലംഘിക്കുന്ന റൗഡികളാണ് എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആളുകൾ സ്വൈരമായിട്ട് കാറോടിച്ച് നടക്കുന്ന പട്ടണങ്ങളിലേക്ക് കൂട്ടത്തോടെ വന്നിറങ്ങി സംഘർഷമുണ്ടാക്കുന്ന കൂട്ടർ എന്നായിരുന്നു ബൈക്ക് ഓടിക്കുന്നവരെ കുറിച്ച് അമേരിക്കയിൽ അന്ന് പൊതുവെ ഉണ്ടായിരുന്ന ധാരണ. 1959 ഹോണ്ട തങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കബ് എന്ന മോഡൽ അമേരിക്കയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഈയൊരു ഇമേജിനെ മറികടക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ആഡ് ക്യാമ്പയിൻ തന്നെ അവർ തുടങ്ങുന്നു. യു മീറ്റ് ദ നൈസസ്റ്റ് പീപ്പിൾ ഓൺ എ ഹോണ്ട എന്ന അവരുടെ ടാഗ് ലൈൻ അന്ന് അമേരിക്കയിൽ വളരെ ജനപ്രിയമാവുന്നു. ഈ മനോഹരമായ പരസ്യവും അന്നത്തെ ഹോണ്ട ബൈക്കുകളുടെ സ്ലീക്ക് ഡിസൈനും എല്ലാം ചേർന്നപ്പോൾ അന്നുവരെ അമേരിക്കയിൽ ബൈക്കുകൾക്കുണ്ടായിരുന്ന കുപ്രസിദ്ധി ഒന്ന് കുറയുന്നു. അമേരിക്കയിലെ സാധാരണക്കാരിൽ സാധാരണക്കാർ ഹോണ്ട ബൈക്കുകൾ വാങ്ങി ഉപയോഗിച്ചു തുടങ്ങി. 1966 ഹോണ്ട മോട്ടോഴ്സ് അക്കൊല്ലത്തെ ഗ്രാൻഡ് പ്രിയിൽ 5 മോട്ടോർ സൈക്കിൾ ക്ലാസുകളിലുമുള്ള കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പുകൾ നേടുന്നു.
ഈ റേസ് വിജയങ്ങൾക്ക് ജനമനസ്സുകളിൽ ഉണ്ടാക്കാനായിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. യുദ്ധം പാടെ നാമാവശേഷമാക്കിയ ഒരു രാജ്യത്ത് 10-12 വർഷം മുമ്പ് മാത്രം ആരംഭിച്ച ഒരു മോട്ടോർ സൈക്കിൾ നിർമ്മാണ കമ്പനി ആഗോള മോട്ടോർ ബൈക്ക് റേസിംഗ് രംഗത്ത് ഇത്ര വലിയ വിജയങ്ങൾ നേടിയെന്നു മാത്രമല്ല, റേസിനെ വല്ലാതെ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. സോഷിറോ ഹോണ്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് തൻ്റെ കൺവിക്ഷനുകളിൽ ആ മനുഷ്യനുണ്ടായിരുന്ന ഉറപ്പാണ്. റേസിംഗ് ലോകം മുഴുവനും 2 സ്ട്രോക്ക് എഞ്ചിനുകൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ 4 സ്ട്രോക്ക് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി. 2 സ്ട്രോക്ക് അല്ല 4 സ്ട്രോക്ക് എഞ്ചിനുകളാണ് മോട്ടോർ സൈക്കിളുകളുടെ ഭാവി എന്ന് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ അന്ന് ആ മനുഷ്യന് സാധിച്ചു. 60കളുടെ മധ്യത്തിൽ അദ്ദേഹം 3RC164 എന്ന പേരിൽ ഒരു 250cc 6 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ ഘടിപ്പിച്ച സ്പോർട്സ് ബൈക്ക് പുറത്തിറക്കി. തുടക്കത്തിൽ അത് അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും മൈക്ക് ഹെയിൽവുഡ് 1966ലും 67ലും ബാക്ക് ടു ബാക്ക് 250cc കാറ്റഗറി ഗ്രാൻഡ് പ്രീ വിജയങ്ങൾ ഈ ബൈക്കിൽ നേടിയതോടെ അതിന് ഡിമാൻഡ് ഏറി. 68ൽ ഹോണ്ട നിർമ്മിക്കുന്ന ബൈക്കുകളുടെ എണ്ണം 1 മില്യൺ കടന്നു. അടുത്ത വർഷം, അതായത് 69ൽ ഹോണ്ട അവരുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് മോഡലുകളിൽ ഒന്നായിട്ടുള്ള CB750 പുറത്തിറക്കുന്നു. ട്വിൻ സിലിണ്ടർ ഹാർലികളും ട്രയംഫുകളും BSAകളും ഒക്കെ റോഡ് ഭരിച്ചിരുന്ന കാലത്ത് മോട്ടോർ ബൈക്ക് എന്ന് വെച്ചാൽ ഇടയ്ക്കിത്തിരി ഓയിലൊക്കെ ചിന്തുന്ന, ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ തരുന്ന ഒരു ശകടമാണ് എന്നത് പൊതുവെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരുന്ന കാലത്ത് CB750 കൊണ്ടുവന്നത് വലിയൊരു വിപ്ലവമാണ്. അത് അതിൻ്റെ പൂർവ്വസൂരികളെക്കാൾ റിലയബിൾ ആയിരുന്നു എന്ന് മാത്രമല്ല, കുറെ കൂടി ലൈറ്റ് വെയ്റ്റുമായിരുന്നു. ഒപ്പം ചരിത്രത്തിൽ ആദ്യമായി ഒരു മോട്ടോർ ബൈക്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എഫക്റ്റീവായിട്ട് ഒരു മാസ് ലെവലിൽ ഉപയോഗിക്കപ്പെടുന്നത് CB750യിലാണ്. അതിന് 67 HP സൂപ്പർ ബൈക്ക് ലെവൽ ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. മറ്റേതൊരു സൂപ്പർ ബൈക്കിനേക്കാളും അനായാസമായി 200 kmph എന്ന ബെഞ്ച് മാർക്ക് ഹിറ്റ് ചെയ്യാനും അതിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ 4 സിലിണ്ടർ ഡിസൈൻ പിന്നീട് അങ്ങോട്ടുള്ള റേസിംഗ് മോട്ടോർ സൈക്കിളുകൾക്കുള്ള ഒരു ഗോൾഡൻ ബെഞ്ച് മാർക്കായി മാറി. തങ്ങളുടെ ഈ ബൈക്ക് റേസിംഗ് സക്സസ് 70കളിലും തുടരാൻ ഹോണ്ടയ്ക്ക് സാധിക്കുന്നുണ്ട്. AMA മോട്ടോക്രോസ് ചാമ്പ്യൻഷിപ്പിൽ ഗാരി ജോൺസിനെ ജയിപ്പിച്ച CR250 അക്കാലത്തെ ഏറ്റവും മികച്ച ഡർട്ട് ബൈക്കുകളിൽ ഒന്നാണ്. 1974ൽ ഗോൾഡ് വിങ് എന്നൊരു സീരീസ് പുറത്തിറക്കി ഹോണ്ട ടൂറിംഗ് മോട്ടോർ സൈക്കിൾ രംഗത്തും ചുവടുറപ്പിക്കുന്നു. ഈ സീരീസിൽ തന്നെ പിന്നീട് 88ൽ ഇറങ്ങിയ ഗോൾഡ് വിങ് GL1500 എന്ന മോഡലിലാണ് ആദ്യമായി ഒരു ബൈക്കിൽ റിവേഴ്സ് ഗിയർ വരുന്നത്. 1986ൽ പുറത്തിറങ്ങിയ VFR സീരീസ് ഹോണ്ട നിർമ്മിച്ച എക്കാലത്തെയും ലെജൻഡറി ആയിട്ടുള്ള ബൈക്കുകളിൽപ്പെട്ടവയാണ്. മോട്ടോർ സൈക്കിളുകളിൽ ആദ്യമായി ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത് ഈ സീരീസിൽ 2010ൽ പുറത്തിറങ്ങിയ VFR 1200F എന്ന മോഡലിലാണ്. ചുരുക്കത്തിൽ ഒരു ബൈക്ക് നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആയുഷ്കാലം കൊണ്ട് നേടിയെടുക്കാവുന്ന എല്ലാ നേട്ടങ്ങളും സോഷിറോ ഹോണ്ട സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 60കളുടെ തുടക്കത്തിൽ മോട്ടോർ ബൈക്ക് നിർമ്മാണ രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ഹോണ്ട സമാന്തരമായി താൻ അന്നോളം ഉള്ളിൽ കൊണ്ടുവരുന്ന മറ്റൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിൽ കൂടി തുനിഞ്ഞിറങ്ങുന്നു. തൻ്റെ 7ാം വയസ്സിൽ ആദ്യമായി ഗ്രാമത്തിലെ നിരത്തിലൂടെ ഓടുന്ന ഒരു ഫോർഡ് T മോഡൽ കാർ കണ്ട അന്നു തൊട്ട് തന്നെ സോഷിറോയുടെ മനസ്സിലുണ്ടായിരുന്ന മോഹമാണ് സ്വന്തമായി അതുപോലൊന്ന് ഉണ്ടാക്കുക എന്നത്. തുടക്കം ദാരിദ്ര്യത്തിൽ നിന്നായിരുന്നു എന്നതുകൊണ്ട് ഹോണ്ടയുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നത് കാർ എന്ന വാഹനത്തെ സാധാരണക്കാർ കൂടി വാങ്ങാൻ പറ്റുന്ന വിലയിൽ നിരത്തിൽ ഇറക്കുക എന്ന ആഗ്രഹമായിരുന്നു. അദ്ദേഹം അടുത്തായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് അങ്ങനെ ഒരു കാർ ഉണ്ടാക്കാനാണ്. ബൈക്ക് മാനുഫാക്ചറിങ് ബിസിനസ് നന്നായി പോവുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത, എക്സ്പെർട്ടൈസ് വേണ്ടത്ര ഇല്ലാത്ത, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് കോമ്പറ്റീഷൻ അല്ലെങ്കിലേ തന്നെ ഉള്ള കാർ നിർമ്മാണ മേഖലയിലേക്ക് കടക്കേണ്ട, കൈപൊള്ളുമെന്നൊക്കെ അന്ന് പലരും അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുനാൾ മുതലേ സ്വന്തം മനസ്സിൻ്റെ വിളി മാത്രം കേൾക്കുന്നവനായിരുന്നു സോഷിറോ ഹോണ്ട. റിസ്ക് എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഇരുചക്ര വാഹന വിപണി കീഴടക്കി കഴിഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഹോണ്ടയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വെല്ലുവിളി കാർ നിർമ്മാണ മേഖലയിൽ ഒരു കൈവയ്ക്കുക എന്നത് തന്നെയായിരുന്നു. 4 ചക്ര വാഹന രംഗത്തെ ഹോണ്ടയുടെ ആദ്യത്തെ പരിശ്രമം 1963ൽ പുറത്തിറങ്ങിയ T360 എന്ന പേരുള്ള ഒരു മിനി ട്രക്കായിരുന്നു. അത് പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടില്ല, വേണ്ടത്ര വിറ്റുപോയതുമില്ല. പക്ഷേ ഹോണ്ടയ്ക്ക് ആദ്യ പരിശ്രമത്തിൽ തന്നെ വിജയം കണ്ടുള്ള മുൻ അനുഭവങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ട് അതയാളെ ഒട്ടും തളർത്തുന്നില്ല. ആ പരാജയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്ട്രാറ്റജിയിൽ വന്നൊരു പിഴവ് മാത്രമായിരുന്നു. ഒരു പുതിയ അപ്രോച്ച് കൊണ്ടുവന്നാൽ തനിക്ക് വിജയം കാണാനാകുമെന്ന് സോഷിറോയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അധികം വൈകാതെ ആ സമയവും വന്നു. ഈ 70കൾ എന്ന് പറയുന്നത് അമേരിക്കയിലും പൊതുവെ ആഗോളതലത്തിലും പാരിസ്ഥിതിക മുന്നേറ്റങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള കാലമാണ്. വാഹനങ്ങൾ കൊണ്ടുണ്ടാകുന്ന വായുമലിനീകരണം മുന്നത്തെക്കാളേറെ ചർച്ചയായി. വായുമലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ പുറത്തിറക്കുന്ന കമ്പനികൾക്കെതിരെ അമേരിക്കയിലെ പല നഗരങ്ങളും ദ ക്ലീൻ എയർ ആക്ട് പോലുള്ള പല ലെജിസ്ലേഷനുകളും അന്ന് കൊണ്ടുവന്നു. ഇങ്ങനെ പുതിയ കർശനമായ എമിഷൻ ലിമിറ്റുകൾ നടപ്പിൽ വന്ന സാഹചര്യത്തിൽ അമേരിക്കയിലെ മിക്ക കാർ നിർമ്മാണ കമ്പനികളും ചെയ്യുന്നത് ഈ പുതിയ ചട്ടങ്ങൾക്കെതിരെ കോടതിയിൽ അപ്പീലിന് പോവുകയാണ്. ആ ലിമിറ്റുകൾ പാലിക്കുന്ന എഞ്ചിനുകൾ നിർമ്മിക്കുക അസാധ്യമാണ് എന്ന നിലപാടായിരുന്നു മിക്ക കമ്പനികൾക്കും.
എന്നാൽ ഇവിടെ സോഷിറോ ഹോണ്ട വ്യത്യസ്തനായി. പുതിയ എമിഷൻ ലിമിറ്റുകൾ പാലിക്കുന്ന തരത്തിലുള്ള എഞ്ചിനുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നായി ഹോണ്ട. അന്നത്തെ അമേരിക്കൻ കാർ നിർമ്മാണ വിപണിയിലെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള സകല കമ്പനികളും ഈ പുതിയ എമിഷൻ ലോകളെ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിൽ ലോബിയിങ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോണ്ട മാത്രം ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഗവേഷണങ്ങളിൽ മുഴുകി. അന്ന് ഹോണ്ട പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടുണ്ട്: വെൻ കോൺഗ്രസ് പാസസ് ന്യൂ എമിഷൻ സ്റ്റാൻഡേർഡ്സ് വി ഹയർ 50 more എഞ്ചിനീയേഴ്സ് ആൻഡ് GM ഹയേഴ്സ് 50 more lawyers എന്ന്. അങ്ങനെ മറ്റുള്ളവർ അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിയ ഒന്ന് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ഹോണ്ട നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഒടുവിൽ 1972 പുതിയ എമിഷൻ ലിമിറ്റുകൾ പാസ്സാകുന്ന കോമ്പൗണ്ട് വെർട്ടെക്സ് കൺട്രോൾ കമ്പസ്റ്റൻ അഥവാ CVCC എഞ്ചിൻ ഘടിപ്പിച്ച സിവിക് എന്ന പുതിയ മോഡൽ കാർ ഹോണ്ട പുറത്തിറക്കുന്നു. 1973 അമേരിക്കയെ ആവേശിച്ച ഓയിൽ ക്രൈസിസിനും എന്തുകൊണ്ട് യോജിച്ച ഒരു സൊല്യൂഷൻ ആയിരുന്നു ഈ ലൈറ്റ് വെയ്റ്റ് കോമ്പാക്ട് എനർജി എഫിഷ്യൻറ്റ് കാർ. അടുത്ത 4-5 വർഷത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട കാറായി ഹോണ്ട സിവിക് മാറുന്നു. സിവിക് കാറുകളുടെ സെയിൽസ് 10 ലക്ഷം യൂണിറ്റ് കടന്നപ്പോൾ ഹോണ്ട അക്കോർഡ് എന്ന പേരിൽ പുതിയൊരു മോഡൽ അവതരിപ്പിക്കുന്നു. ഇത് കുറെ കൂടി അപ്സ്കെയിൽ ആയിട്ടുള്ളൊരു മോഡലായിരുന്നു. കുറെ കൂടി നല്ല ഡിസൈൻ ആഗ്രഹിക്കുന്ന മിഡിൽ ക്ലാസ് കാർ ഉടമകളെ ഈ മോഡൽ വല്ലാതെ ആകർഷിച്ചു. ഈ 2 വിജയ മോഡലുകൾ ഒരുപോലെ മാർക്കറ്റിൽ നിറഞ്ഞതോടെ ഹോണ്ട എന്ന ബ്രാൻഡ് റിലയബിലിറ്റി എന്നതിൻ്റെ അപരനാമമായി വിപണി കീഴടക്കി. അടുത്തതായി 1986 ഹോണ്ട പുറത്തിറക്കുന്നത് അക്യൂറ എന്ന പേരുള്ള ഒരു ലക്ഷറി കാറാണ്. അതും US ജപ്പാൻ വിപണികളിൽ വൻതോതിൽ വിറ്റഴിഞ്ഞു. അങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി നിരവധി വിജയ മോഡലുകൾ ഇറക്കി ഹോണ്ട 80കളുടെ അവസാനത്തോടെ ലോക കാർ നിർമ്മാണ വിപണിയിൽ 3ാം സ്ഥാനത്തെത്തി. ഹോണ്ടയുടെ ചരിത്രം പറയുമ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് 1989 ഇൻ്റഗ്ര XSI എന്ന മോഡലിലൂടെ കമ്പനി അവതരിപ്പിച്ച VTEC അഥവാ വേരിയബിൾ വാൾവ് ടൈമിംഗ് ആൻഡ് ലിഫ്റ്റ് ഇലക്ട്രോണിക് കൺട്രോൾ എന്ന സിസ്റ്റം. വണ്ടിയുടെ പെർഫോമൻസിൽ വലിയ കുതിപ്പുണ്ടാക്കിയതും ഹോണ്ടയുടെ ലെഗസി അരക്കിട്ട് ഉറപ്പിച്ചതും ഇതാണ്. ഈ സാങ്കേതികവിദ്യ വരും മുമ്പുള്ള കാർ എഞ്ചിനുകൾ ട്യൂൺ ചെയ്യപ്പെട്ടിരുന്നത് ലോ RPMലെ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഹൈ RPMലെ കൂടിയ പവറിന് വേണ്ടിയോ ആയിരുന്നു. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റേത് സ്വാഭാവികമായും കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരുന്നു. ഒരേ എഞ്ചിനിൽ 2 വ്യത്യസ്ത ക്യാംഷാഫ്റ്റ് പ്രൊഫൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോണ്ട കമ്പനി ഈ പ്രശ്നം പരിഹരിക്കുന്നത്. VTEC സാങ്കേതികവിദ്യ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇറങ്ങിയ ഹോണ്ട മോഡലുകളായിട്ടുള്ള സിവിക് VTI, ഇൻ്റഗ്ര ടൈപ്പ് R, S2000 എന്നിവയ്ക്ക് മറ്റു ബ്രാൻഡുകളിൽ അതേ കാലത്തിറങ്ങിയ മറ്റു കാറുകൾക്ക് മേൽ വ്യക്തമായിട്ടുള്ള മുൻതൂക്കം കിട്ടി. ആ മുൻകൈ ഹോണ്ട അടുത്ത 2 പതിറ്റാണ്ട് കാലത്തേക്ക് നിലനിർത്തുന്നു. അന്ന് ഹോണ്ട തെളിച്ച വഴിയെയാണ് പിന്നീട് ടൊയോട്ടയുടെ VVTi, BMWന്റെ വാനോസ്, മിത്സുബിഷിയുടെ MY വെക് എന്നീ ടെക്നോളജികൾ കടന്നു വരുന്നത്. ഹോണ്ട കമ്പനി കാലക്രമത്തിൽ VTECൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ iVTEC അഥവാ ഇൻ്റലിജൻറ്റ് VTEC എന്ന പേരിൽ പുതിയ മോഡലുകളിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്ന് പ്രചാരത്തിലുള്ള ഹോണ്ട സിറ്റി, അമേസ്, ജാസ് തുടങ്ങിയ ജനപ്രിയ മോഡലുകളിലുള്ളതും iVTEC സാങ്കേതികവിദ്യ തന്നെയാണ്. 80കളുടെ അവസാനത്തോടെ പിടികൂടിയ കരൾ രോഗം 90കളുടെ തുടക്കത്തിൽ സോഷിറോ ഹോണ്ടയെ ശയ്യാവലംബിയാക്കുന്നു. ഏറെ നാൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം 1991 ഓഗസ്റ്റ് 5-ാം തീയതി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു. മരിക്കുമ്പോൾ $92 മില്യൺ ആയിരുന്നു സോഷിറോ ഹോണ്ടയുടെ നെറ്റ്വർത്ത്. അത്രയും കാലത്തിനിടയ്ക്ക് 150 വ്യത്യസ്ത പേറ്റന്റുകളും അദ്ദേഹത്തിൻ്റെ പേർക്ക് ഉണ്ടായിരുന്നു. 3 ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും നെപ്പോട്ടിസത്തോട് കടുത്ത എതിർപ്പുണ്ടായിരുന്ന ഹോണ്ട അവരിൽ ആരെയും കമ്പനി ഏൽപ്പിച്ചില്ല. കമ്പനി നടത്താൻ സാമർഥ്യമില്ലാത്ത കുടുംബക്കാരെ ആ പണി ഏൽപ്പിച്ചാൽ കമ്പനി പൂട്ടേണ്ടി വരുമെന്ന തികഞ്ഞ ബോധ്യം സോഷിറോ ഹോണ്ടയ്ക്കും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ തക്കയോ ഫുജിസാവയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഹോണ്ട കമ്പനി നോക്കി നടത്തുന്നത് ആ സുപ്രധാന പദവികൾക്ക് എന്തുകൊണ്ടും യോഗ്യത ഉണ്ടായിരുന്ന മിടുക്കര് തന്നെയാണ്. അത്രയും നാൾ കമ്പനി നോക്കി നടത്തിയ സോഷിറോ ഹോണ്ട എന്ന സ്ഥാപകൻ പെട്ടെന്നൊരു നാൾ കളമൊഴിഞ്ഞിട്ടും മോട്ടോർ ബൈക്ക് കാർ വിപണികളിൽ ഹോണ്ട മോട്ടോഴ്സ് ഉണ്ടാക്കിയെടുത്ത സ്വാധീനത്തിന് ഒരു കുറവുമുണ്ടായില്ല. 1992 സോഷിറോയുടെ മരണശേഷമാണ് ഹോണ്ടയുടെ എക്കാലത്തെയും മികച്ച സീരീസുകളിലൊന്നായ ഫയർ ബ്ലേഡ് സീരീസ് പുറത്തിറങ്ങുന്നത്. 2001 അവസാനത്തെ 2-stroke 500cc MotoGP ചാമ്പ്യൻഷിപ്പിലും 2002 നടന്ന ആദ്യത്തെ 990cc 4-stroke ചാമ്പ്യൻഷിപ്പിലും വിജയിച്ചുകൊണ്ട് വാലന്റിനോ റോസി ഹോണ്ടയെ റേസിംഗ് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നു. ഏറെ രസമുള്ള മറ്റൊരു കൗതുകം പറയാം. റോയൽ എൻഫീൽഡ് എന്ന ലോകോത്തര മോട്ടോർ ബൈക്ക് കമ്പനി ബ്രിട്ടനിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സോഷിറോ ഹോണ്ട ജനിക്കുന്നതിനും 5 വർഷം മുമ്പ് 1901 ഹോണ്ട മോട്ടോഴ്സ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് 1948. അതായത് ഏറ്റവും ചുരുങ്ങിയത് 4-4.5 പതിറ്റാണ്ടിൻ്റെയെങ്കിലും അഡ്വാൻറ്റേജ് സോഷിറോ എന്ന വ്യക്തിക്കുമേൽ എൻഫീൽഡ് എന്ന കമ്പനിക്ക് ഉണ്ടായിരുന്നിട്ടും ഹോണ്ട എന്ന മോട്ടോർ സൈക്കിൾ ബ്രാൻഡിനെ ലോകത്തെ ഏറ്റവും അധികം ബൈക്കുകൾ വിറ്റഴിക്കുന്ന ബ്രാൻഡ് ആകുന്നതിൽ നിന്ന് തടയാൻ, എന്തിന് ബ്രിട്ടനിൽ പോലും എൻഫീൽഡിനെ മറികടക്കുന്നതിൽ നിന്ന് തടയാൻ അവർക്ക് സാധിച്ചിട്ടില്ല.
ലോകത്തിൽ ഇന്നുവരെ ഏറ്റവും കൂടുതൽ എണ്ണം വിറ്റഴിക്കപ്പെട്ട മോട്ടോർ ബൈക്ക് മോഡൽ എന്ന സൂപ്പർ കബിൻ്റെ റെക്കോർഡ്, അതായത് ഏതാണ്ട് 10 കോടിയിലധികം ബൈക്കുകൾ എന്ന റെക്കോർഡ് ഭേദിക്കാൻ ഇന്നുവരെ മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു ബൈക്ക് മോഡലിനും സാധിച്ചിട്ടില്ല. കാർ റേസിംഗിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 60കളിൽ F1-ൽ മത്സരിച്ച് 65-ലെ മെക്സിക്കൻ ഗ്രാൻഡ് പ്രീ വിജയം പോലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഹോണ്ട 80കളിൽ പിന്നീട് ഒരു എഞ്ചിൻ സപ്ലയർ ആയിട്ട് തിരിച്ച് F1 ട്രാക്കിൽ എത്തുന്നുണ്ട്. അന്ന് അയർട്ടൺ സെന്നയെയും അലൈൻ പ്രോസ്റ്റിനെയും പോലുള്ള ലെജൻഡുകളുടെ F1 ജൈത്രയാത്രകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഹോണ്ടയുടെ V6 ടർബോ ചാർജ് എഞ്ചിനുകളാണ്. സെന്നയുടെ പ്രിയ കാറുകളിലൊന്നും ഹോണ്ട NSX ആയിരുന്നു. ഹോണ്ടയുടെ ഇന്ത്യയിലെ ചരിത്രം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞു പോകാം. 1984 ജനുവരി 19 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെയാണ് ഇന്ത്യയിലേക്ക് ഹോണ്ടയുടെ പ്രവേശനം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഹോണ്ട ഹീറോ സൈക്കിൾസുമായി ചേർന്ന് മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കാനും കൈനറ്റിക് എഞ്ചിനീയറിംഗുമായി ചേർന്ന് 2 സ്ട്രോക്ക് സ്കൂട്ടറുകൾ നിർമ്മിക്കാനും കരാറിൽ ഏർപ്പെടുന്നു. 85-ൽ പുറത്തിറങ്ങിയ ഹീറോ ഹോണ്ട CD100 ആണ് ഈ സീരീസിലെ ആദ്യത്തെ വാഹനം. പിന്നീട് 1989-ൽ പുറത്തിറങ്ങിയ സ്ലീക്ക്, 94-ൽ ഇറങ്ങിയ സ്പ്ലെൻഡർ, 97-ൽ ഇറങ്ങിയ സ്ട്രീറ്റ്, 2000-ൽ ഇറങ്ങിയ പാഷൻ, 2003-ൽ ഇറങ്ങിയ കരിസ്മ എന്നിങ്ങനെ പല ജനപ്രിയ മോഡലുകളും ഹീറോ ഹോണ്ട പുറത്തിറക്കുന്നുണ്ട്. അതുപോലെ 85-ൽ ഇറങ്ങിയ കൈനറ്റിക് ഹോണ്ട എന്ന 2 സ്ട്രോക്ക് സ്കൂട്ടർ ഒരു കാലത്ത് കേരളത്തിൽ സ്ഥിരമായി കാണാമായിരുന്നു എന്നാണ്. 1999-ൽ ആക്റ്റീവ എന്ന 4 സ്ട്രോക്ക് സ്കൂട്ടർ ഇറങ്ങിയതോടെയാണ് കൈനറ്റിക് ഹോണ്ടയുടെ പ്രതാപം അസ്തമിക്കുന്നത്. 2010-11 കാലത്ത് ഇന്ത്യയിലെ സകല ജോയിന്റ് വെഞ്ചറുകളും അവസാനിപ്പിക്കുന്ന ഹോണ്ട കമ്പനി നിലവിൽ ഹോണ്ട എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ കാലം പലവിധ വെല്ലുവിളികൾ മുന്നോട്ട് വെച്ചപ്പോഴും അതിസൂക്ഷ്മതയോടെയുള്ള റീഓർഗനൈസേഷനുകളിലൂടെ, നിരന്തരം പുതുക്കപ്പെട്ട എഞ്ചിൻ ഡിസൈനുകളിലൂടെ, മാർക്കറ്റിംഗ് സെയിൽസ് രംഗങ്ങളിൽ പ്രകടിപ്പിച്ച ക്രിയേറ്റിവിറ്റികളിലൂടെ ഹോണ്ട എന്ന കമ്പനി വിപണിയിലെ കിടമത്സരങ്ങളെയെല്ലാം അതിജീവിച്ച് പിടിച്ചു നിന്നു എന്ന് വേണം പറയാൻ. തുടക്കത്തിൽ 2-4 ചക്ര വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഹോണ്ട കമ്പനി ഇന്ന് ജനറേറ്ററുകൾ, ഫാമിംഗ് യന്ത്രങ്ങൾ, മറൈൻ ഏവിയേഷൻ എഞ്ചിനുകൾ, ഫ്യൂൽ സെല്ലുകൾ തുടങ്ങി റോബോട്ടുകൾ വരെയുള്ള നിരവധി പുതിയ ഉൽപ്പന്നങ്ങളും ഇതര സേവനങ്ങളും ഓഫർ ചെയ്യുന്ന 357ഓളം ഇൻഡിപെൻഡന്റ് കമ്പനികൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. സോഷിറോ ഹോണ്ട എന്ന പ്രതിഭാധനന്റെ ജീവിതം എന്തുകൊണ്ടും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാൻ അടങ്ങാത്ത കൗതുകമുണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യൻ നടന്നു തീർത്ത ദൂരങ്ങൾ ചില്ലറയല്ല. ഇന്ന് ലോകത്തിൽ വിറ്റഴിക്കപ്പെടുന്ന 1/3 ബൈക്ക് ഹോണ്ടയുടേതാണ് എന്നാണ് ഏകദേശ കണക്ക്. കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ ആ ഒരു വർഷം മാത്രം ഹോണ്ട പുറത്തിറക്കിയത് 2 കോടിയിലേറെ ബൈക്കുകളാണ്. അത് അക്കൊല്ലം ലോകമാകെ ഇറങ്ങിയ ബൈക്കുകളുടെ 40% വരും, അതായത് 1/3 അധികം. ഇന്ന് റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഹോണ്ടയുടെ ഒരു ബൈക്കോ കാറോ എങ്കിലും കാണും. 50കളിൽ ലക്ഷക്കണക്കിന് ഡോളർ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോഴും സോഷിറോ ഹോണ്ടയെ മിക്കപ്പോഴും കാണാൻ സാധിച്ചിരുന്നത് മുഷിഞ്ഞ ഒരു ചുവന്ന കവറോളും ധരിച്ചുകൊണ്ടാണ്. ബോർഡ് റൂമിലെ ചർച്ചകൾ കഴിഞ്ഞാൽ നേരെ കവറോൾ എടുത്തിട്ട് വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങും ഹോണ്ട. അവിടെ നിന്ന് ഓയിലും ഗ്രീസും പുരണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടുത്തൊരു ഡിസ്കഷനു വേണ്ടി ബോർഡ് റൂമിലേക്ക് തിരിച്ചു കയറുക. ഒരിക്കൽ ഹോണ്ടയുടെ ദേഹത്തുനിന്ന് വന്നിരുന്ന ഈ ഗന്ധത്തെക്കുറിച്ച് പരാതിപ്പെട്ട ചില എക്സിക്യൂട്ടീവുകളോട് അദ്ദേഹം പറഞ്ഞ മറുപടി, "ദിസ് സ്മെൽ ഈസ് അവർ പെർഫ്യൂം, ഇറ്റ് മീൻസ് വി ആർ അലൈവ്" എന്നാണ്. ഈ മണം ഞങ്ങൾക്ക് പെർഫ്യൂമാണ്, ഞങ്ങൾ ഉയരോടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് എന്ന്. ഹോണ്ട ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും എഞ്ചിനുകളുടെ മുരൾച്ചയുടെയും പണിയായുധങ്ങളുടെ കലവിലാരവത്തിൻ്റെയും ഇടവേളകളിൽ കണ്ണടച്ചൊന്ന് കാതോർത്താൽ ഇന്നും ആ കാലടിയൊച്ചകൾ കേൾക്കാം. ചുവന്ന കവറോൾ ധരിച്ച് തികഞ്ഞ സൗമ്യതയോടെ നടന്നു നീങ്ങുന്ന സോയിച്ചിറോ ഹോണ്ടയുടെ സാന്നിധ്യം ഇന്നും ഹോണ്ട പ്ലാന്റുകളിൽ പലരും അനുഭവിക്കുന്നുണ്ട്. സത്യത്തിൽ അതൊരു ഓർമ്മിപ്പിക്കൽ കൂടിയാണ്. ഏതൊരു വലിയ നേട്ടത്തിനും പിന്നിൽ രാപ്പകൽ വേർപ്പൊഴുക്കാൻ തയ്യാറുള്ള, ദേഹത്ത് ഗ്രീസും ഓയിലും പുരളാൻ മടിയില്ലാത്ത നിരവധി പേരുടെ അധ്വാനമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കൽ. ഹോണ്ട എന്ന ബ്രാൻഡിനെ ഇന്നും മുന്നോട്ട് നയിക്കുന്നതും സോഷിറോ ഹോണ്ട അവശേഷിപ്പിച്ച അതേ ലെഗസി തന്നെയാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.